ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു? തേർഡ് ചാപ്റ്റർ അല്ലെ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് അല്ലെ. അത് എന്തായിരുന്നു? പീരിയോഡിക് ടേബിളിൽ നല്ല ഭംഗിയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. അതിന്റെ ഒരു ഓർഡറിൽ പഠിച്ച കണ്ടന്റിന്റെ ഓർഡറിൽ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് നമ്മൾ അവിടെ എന്തായിരുന്നു വന്നത്? ഡൊബർനിയർ ട്രേറ്റ്സ്. ഡൊബർനിയർ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സയന്റിസ്റ്റ് ഒരു ട്രേറ്റ്സ് 3 എലമെന്റ്സ് അറേഞ്ച്മെന്റ് ചെയ്തു. അതിലെ ഫീച്ചേഴ്സ്, അതിൽ ഒറ്റ ഫീച്ചേഴ്സ് ഓർത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. മിഡിൽ എലമെന്റ് ഇസ് ദി ആവറേജ് സം ഓഫ് അതർ 2 എലമെന്റ്സ്. നെക്സ്റ്റ് അടുത്തതായിട്ട് വന്നത് എന്തായിരുന്നു? ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവില് എന്തായിരുന്നു? ആക്ച്വലി ഫസ്റ്റ് പോയിന്റ്, പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ അറേഞ്ച് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റമിക് നമ്പർ ആണോ മാസ് ആണോ? അറ്റമിക് മാസ്. അറ്റമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച്മെന്റ് ചെയ്തത്. നെക്സ്റ്റ് എന്തായിരുന്നു അതിന്റെ ഫീച്ചർ മെയിൻ? എവരി അല്ലെ, എവരി 8th എലമെന്റ് ഹാഡ് പ്രോപ്പർട്ടീസ് സിമിലർ ടു ദി എന്തായിരുന്നു? ഫസ്റ്റ് എലമെന്റ്. അതാണ് അതിന്റെ ഫീച്ചർ ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് തേർഡ് സയന്റിസ്റ്റ് ആണ് എന്തായിരുന്നു? മെന്റലീഫ് പീരിയോഡിക് ടേബിൾ. മെന്റലീഫ് പീരിയോഡിക് ടേബിൾ. മെന്റലീഫ് പീരിയോഡിക് ടേബിളില് എന്തായിരുന്നു കൊണ്ടുവന്നത്? അല്ലെ, മെന്റലീഫ് പീരിയോഡിക് ടേബിളും അതിന്റെ മെയിൻ പ്രോപ്പർട്ടി എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്. നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്ന ഒരു കൺസേൺ എന്ന് പറയുന്നത് വെർട്ടിക്കൽ കോളം ഈസ് നോൺ ആസ് ഡാഷ്. വെർട്ടിക്കൽ കോളം വീഡിയോ നോക്കി പഠിച്ചിട്ട് വന്നെന്ന് പറഞ്ഞിട്ടില്ലേ? കണ്ടോ വീഡിയോ? ഒന്ന് കണ്ടിട്ട് ഞാൻ രാത്രി വിളിക്കൂ കേട്ടോ. മൺഡേ എക്സാം ഇല്ലെന്ന് എനിക്കറിയാം. എക്സാം ഉണ്ടോ? ഏത് സബ്ജക്റ്റാ? ഓക്കെ കേട്ടോ. അത് കഴിയുമ്പോൾ നോക്കിയാൽ കറക്റ്റ് ആവണം കേട്ടോ, അല്ലെങ്കിൽ ആ ഗ്യാപ്പ് ഉണ്ടാവും, മനസ്സിലാവില്ല. ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത കണ്ടന്റിന്റെ ഒരു സമ്മറിയാണ് ആക്ച്വലി. നെക്സ്റ്റ് ഓർത്തു വെക്കുക, അതിലെ വെർട്ടിക്കൽ കോളം ഈസ് നോൺ ആസ് ഗ്രൂപ്പ്. ഹൊറിസോണ്ടൽ റോ ഈസ് നോൺ ആസ് പീരീഡ്. ഇതാണ് മെന്റലീഫ് പീരിയോഡിക് ടേബിൾ. നമുക്ക് ഈ ചാപ്റ്ററിലെ മെയിൻ എയിം എന്ന് പറയുന്നത് അടുത്ത ടോപ്പിക് ആണ്. അവിടെ മുതലാണ് നമ്മൾ നോക്കേണ്ടത് മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിൾ നമ്മളിവിടെ വരച്ചിരുന്നു അല്ലെ, ഓർത്ത് വെക്കുക. അത് പഠിക്കണം എന്ന് പറഞ്ഞു. 30 എലമെന്റ്സ് ക്ലിയർ ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞു അല്ലെ. പഠിച്ചോ? 30 എലമെന്റ്സ്. ഓക്കെ അല്ലെ. അതിന്റെ പൊസിഷൻസ് അറിയണം അല്ലെ, ഓരോ ഗ്രൂപ്പിന്റെയും പൊസിഷൻ അറിയണം. അതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഏറ്റവും മെയിൻ ആയിട്ട് ചെയ്തത് അല്ലെ. ഓർത്ത് വെക്കുക. കണ്ടോ, ഓൺലൈനിൽ ദേവനന്ദ പറയാന്ന് പറയുന്നു അല്ലെ. ഓർത്ത് വെക്കുക. ബോറോൺ. ബോറോണിന്റെ അണ്ടറിൽ വരുന്ന ആ എലമെന്റ് എന്തായിരുന്നു? ദേവനന്ദ. ബോറോൺ കഴിഞ്ഞിട്ട് അതിന് തൊട്ട് താഴെ ആ പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ എന്താ വരുന്നത്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം അല്ലെ. ഓർത്ത് വെക്കുക. അങ്ങനെ ആ ഗ്രൂപ്പ് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. ബോറോൺ അല്ലെ, ആ പീരിയോഡിക് ടേബിൾ കണ്ടോ, ഓർത്ത് വെക്കുക. ആ പീരിയോഡിക് ടേബിളിൽ വന്നേക്കുന്ന ഏരിയ ആണ് ആക്ച്വലി. ഇത് ഏത് ബുക്കാണ്? നല്ല ബുക്കാണല്ലോ. നിങ്ങൾ ചോയ്സിന്റെ ബുക്കാണോ? ആ കേട്ടോ, ഓർത്ത് വെക്കുക. ഈ ബുക്ക് കൊള്ളാം കേട്ടോ, ഓർത്ത് വെക്കുക. ആണോ? സയൻസ് നോട്ട് ബുക്ക് ആണ്, ക്ലാസ്മേറ്റ് ആണ് കേട്ടോ. എനിവേ, പീരിയോഡിക് ടേബിളിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. തേർഡ് ചാപ്റ്ററിന് വേണ്ടിയിട്ടുള്ള പീരിയോഡിക് ടേബിൾ. നിങ്ങൾ 12th വരെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റർ 12th ചാപ്റ്ററിന്റെ പേര് ഡി ബ്ലോക്ക് എലമെന്റ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് ഒരു ചാപ്റ്റർ ആണ്. ഡി ആൻഡ് എഫ് ഈ വർഷമല്ല 12th. അപ്പോ അവിടെ നിങ്ങൾ ആരും കെയർ ചെയ്ത് പഠിപ്പിക്കാനില്ല. നിങ്ങൾ 11th ഇതിന്റെ മെയിൻ പീരിയോഡിക് ടേബിൾ 3rd കഴിഞ്ഞതാണ്. അങ്ങനെ അസസ് ചെയ്തിട്ട് സ്പീഡിൽ പോകും. അപ്പോ ഓർത്തു വെക്കുക. ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നുണ്ടാവും 11th കുഴപ്പമില്ല, 11th ബോർഡ് അല്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ചില ചാപ്റ്റേഴ്സ്, പെർട്ടിക്കുലർ ചാപ്റ്റേഴ്സ് ഭയങ്കര സ്പെസിഫൈ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് കണക്ഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. ഓർത്തു വെക്കുക. അപ്പോ ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കുക. പീരിയോഡിക് ടേബിളിന്റെ ആ പൊസിഷൻ അറിഞ്ഞു വെക്കണം. ആ പൊസിഷൻ ബേസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തത് ആ പീരിയോഡിക് ടേബിള് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇന്ന് നമുക്ക് ഇതിൽ തന്നെ ബ്ലോക്സുകളാണ് പഠിക്കാനുള്ളത്. ബ്ലോക്സുകൾ കറക്റ്റ് ആയിട്ട് പഠിക്കാനുണ്ട്, നോമൻക്ലേച്ചർ പഠിക്കാനുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ വരച്ചേക്കുന്ന പീരിയോഡിക് ടേബിൾ കുറെ പേര് ഇല്ലാത്തത് കൊണ്ട് ഒന്ന് വീണ്ടും വരക്കുകയാണ്. നിങ്ങളുടെ ബുക്കിലുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. ഓർത്ത് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഇല്ലാത്ത ആൾക്കാർ ഈ പീരിയോഡിക് ടേബിളിൽ ഒന്ന് നോക്കി കറക്റ്റ്. കാരണം ഇതുണ്ടെങ്കിലേ നമുക്ക് ഇന്നത്തെ ടോപ്പിക്സുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല.
അപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയേക്കുന്ന ആൾക്കാർ ഇപ്പോ കേട്ടോ ഇവിടെ വന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പറയും കേട്ടോ, വേഗം കേട്ടോ ഓർത്ത് നോക്കാം. കണ്ടോ അമ്മൻ ക്രിസ് ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലെ, ഓർത്ത് നോക്കാം ക്രിസേ കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാർ 30 വരെ എലമെന്റ്സ് പറയണം, പൊസിഷൻസ് ചെയ്യാൻ ചോദിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് 12th ഒക്കെ എത്തുന്ന സമയത്ത് അഡ്വാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് ഒരു പ്രാക്ടീസ് സെക്ഷൻ ആണ്. ദെൻ ഹൈഡ്രജൻ, ഹീലിയം, ഇത് കഴിഞ്ഞാൽ ലിഥിയം, ബെർലിയം, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മെഗ്നീഷ്യം, Mg. Then boron, aluminium, gallium, carbon, silicon, germanium, oxygen, sulfur, selenium, nitrogen, phosphorus, oxygen, sulfur, selenium, fluorine, bromine. ആറ്റമിക് നമ്പർ നോക്കുന്ന സമയത്ത് ഇത് കണ്ടോ, ഇത് 30 ആണ്, ഇത് 21 ആണ് കണ്ടോ. അപ്പൊ ഇവിടെ എത്ര ബ്ലോക്സ് ഉണ്ടാവും? 10 കേട്ടോ. ഇതിനെന്താ വിളിക്കുന്നത്? ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ്. ആക്ച്വലി വാട്ട് ഇസ് ദ റീസൺ ഫോർ ഡി ബ്ലോക്ക്? ഡി ബ്ലോക്ക് എന്തുകൊണ്ടാണ് ഡി എന്ന് പറഞ്ഞത്? ഇതിനെ പി എന്ന് വിളിക്കാഞ്ഞേ? വാട്ട് ഇസ് ദ റീസൺ? ഏത് ക്ലാസ്സിലാ? 11th. വൈ 11th? ഇപ്പോ അടുത്ത വർഷം 11th തന്നെ ആയിരിക്കോ? വൈ? ഇപ്പൊ താൻ എക്സിസ്റ്റ് ചെയ്യുന്നത് 11th. സോ വൈ ഡി? ദീസ് എലമെന്റ് ലാസ്റ്റ് ഇലക്ട്രോൺ എക്സിസ്റ്റ് ഇൻ എ ഡി ബ്ലോക്ക് അല്ലെ? നിങ്ങളുടെ ലാസ്റ്റ് ഇയർ, ഇപ്പോഴത്തെ ഇയർ 11th ആണെങ്കിൽ 11th എന്ന് പറയും, ഓർത്ത് നോക്കുക. അല്ലാതെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയൂ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടില്ലേ നിങ്ങൾ? അത് കഴിഞ്ഞു, അത് ആണ് ആക്ച്വലി. അപ്പൊ എസ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് എന്താണ്? പി, ദെൻ ഡി. അപ്പോ ലാസ്റ്റ് ഇലക്ട്രോൺ എക്സിസ്റ്റ് ഇൻ എ ഡി, സോ ദാറ്റ് വൈ ദിസ് ഇസ് ദ ഡി ബ്ലോക്ക്. ഓർത്ത് നോക്കാം. ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് സ്കാൻഡിയം പറയുന്നത്, സ്കാൻഡിയത്തിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എക്സിസ്റ്റ് ഇൻ എ ഡി ബ്ലോക്ക്. ദെൻ പി ബ്ലോക്ക്, ഇതാണ് പി ബ്ലോക്ക്, ഇത് പി, ഇത് ഡി ബ്ലോക്ക്, ഇവിടെ നിന്നോട്ട് ഇവിടം വരെയാണ് ഡി കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ എസ് ബ്ലോക്ക്, എസ് ബ്ലോക്ക് കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. ഇതിന്റെ കൺസേൺ ഈ ചാപ്റ്ററിന് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് പഠിക്കുമ്പോൾ അതിന്റെ റിലവൻസ് ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. Then atomic number എന്തായാലും ചോദിക്കും. ഇത് ഹൈഡ്രജൻ 1, ഹീലിയം എത്രയായിരുന്നു? 2, ലിഥിയം 3, സോഡിയം 11, പൊട്ടാസ്യം 19 അല്ലെ? ഇവിടെ വരുമ്പോൾ എത്ര വരും? 4, 12, 20. Then 22, 23, 24, 25, 26, 27, 28, 29, 30. Then 5, 6, 7, 8, 9, 10, 13, 14, 15, 16, 17, 18. Then 31, 32, 33, 34, 35, 36. ഞാൻ പറഞ്ഞു മിനിമം ഈ ഒരു റേഞ്ച് വരെ പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. എൻട്രൻസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇത് ഒബ്സർവ് ചെയ്ത് ബാക്കിയും കൂടി ഫില്ല് ചെയ്യാൻ നോക്കുക. ബാക്കി ഫില്ല് ചെയ്യുന്നത് ഇവിടെ േക്കാളേറെ, ഈ ഒരു ഏരിയനേക്കാളേറെ ഇത് ഫുൾഫിൽ ചെയ്യാൻ നോക്കുക. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം കേട്ടോ, ഓർത്ത് നോക്കുക. ഇതിന് താഴെയുള്ളത് റേഡിയോ ആക്റ്റീവ് ആണ്, അതുകൊണ്ട് വേണ്ട, ഓർത്ത് നോക്കുക. ദെൻ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ് അല്ലെ? ടിൻ SN, then PB, lead, then nitrogen, phosphorus, arsenic, antimony. Antimony means and bismuth, ഓർത്ത് നോക്കുക. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം TE, then polonium PO, then fluorine, chlorine, bromine, iodine, acetatin AT കേട്ടോ, ഓർത്ത് നോക്കുക. then helium, neon, argon, krypton, xenon XE കേട്ടോ, റാഡോൺ കേട്ടോ, ഓർത്ത് നോക്കുക.
ഞാൻ പറയുന്നത് ആ ഗ്രീൻ ലെറ്റർ എന്ന് പറയുന്ന സോറി ബ്ലൂ ലെറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, അപ്പൊ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പതുക്കനെ എൻട്രൻസ് ഒക്കെ എടുക്കുന്ന കുട്ടികൾ അതും കൂടി വരാം. 30 വരെ നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് +2 വരെയുള്ളതില് ഡി ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് ഇതിൽ പറഞ്ഞ കാര്യം ഇതാണ് ആക്ച്വലി എന്ത് പീരീഡ്. എത്ര പീരീഡ് ഉണ്ട്? 7 പീരീഡ് ഉണ്ട്. 7 പീരീഡ്. ദിസ് ഇസ് ദ ഫസ്റ്റ് പീരീഡ്. ഇതെന്തായിരിക്കും? സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ്, ഫോർത്ത് പീരീഡ് അല്ലെ? ഓർത്ത് നോക്കാം. പീരീഡ് റെപ്രസെന്റ് ഡാഷ് എന്തായിരുന്നു? പീരീഡ് റെപ്രസെന്റ് ഡാഷ്. ഹൊറിസോണ്ടൽ റോ മീൻസ് വാട്ട്? ഷെൽ. എന്തായിരുന്നു? ഷെൽ. കേട്ടോ, ഓർത്ത് നോക്കാം. ഷെൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്താണ് ആക്ച്വലി വരുന്നത് അല്ലെ? ഓർത്ത് നോക്കാം. ദെൻ ഗ്രൂപ്പ് റെപ്രസെന്റ് ഡാഷ്. ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ. ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ. 2 വേർഡ് ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. എനിക്ക് ടെക്സ്റ്റ് ബുക്കില് ഫുൾ പേജ് ആണ്. ഫുൾ പേജിൽ നിന്ന് അബ്സ്ട്രാക്ട് ആയിട്ട് കീസ് പഠിക്കുക. നിങ്ങൾ ഓരോ ചാപ്റ്ററിന്റെയും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കീ വേർഡ് ഉറപ്പിച്ച് വീട്ടിൽ പോയിട്ട് റിപ്പീറ്റ് ചെയ്യുക. അത് പഠിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എന്ത് ചെയ്യും? എല്ലാം വരും. കേട്ടോ, ഓർത്ത് നോക്കുക. നിങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡ് അതാണ്. ആ മെത്തേഡിലേക്ക് എത്തുക. കേട്ടോ, ഓർത്ത് നോക്കുക. എന്തായിരുന്നു? പീരിയോഡിക് ടേബിൾ ടോട്ടൽ 2 വേർഡിൽ പറയാം. എന്തായിരുന്നു ആക്ച്വലി? റോ മീൻസ് എന്തായിരിക്കും? ഷെൽ. റോ മീൻസ് ഷെൽ. ഷെൽസ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? KLMN ഷെൽസ് ഇല്ലേ? അതാണ് ഷെൽസ്. ഓർത്ത് നോക്കുക. നെക്സ്റ്റ് വെർട്ടിക്കൽ കോളം. ഗ്രൂപ്പ് മീൻസ് വാലൻസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ. കേട്ടോ, ഓർത്ത് നോക്കുക. ദെൻ ഇവർ തരുന്ന ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും അല്ലെ? ഒരു അൺനോൺ എലമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്നോ എന്തെങ്കിലും ഇടും. എക്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇടുന്നത്. എന്നിട്ട് അവർ ആ എലമെന്റിന് ഒരു ആറ്റമിക് നമ്പേഴ്സ് വരും. ആറ്റമിക് നമ്പർ 15. അങ്ങനെ 15 തന്നിട്ട് ഫൈൻഡ് ദ പൊസിഷൻ ഇൻ എ പീരിയോഡിക് ടേബിൾ. അപ്പൊ ഇങ്ങനെ നോക്കാൻ പറ്റില്ല, പീരിയോഡിക് ടേബിൾ തരില്ല. എന്നിട്ട് നമ്മൾ ഇത് ഫൈൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നോക്കിയാൽ പറയാം. അപ്പൊ ഞാൻ തരുന്ന പോലെ 33 അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പീരിയോഡിക് ടേബിൾ തരില്ല സ്കൂളിൽ എക്സാമിന്. എന്നിട്ട് നമ്മൾ അതിന്റെ ഗ്രൂപ്പും പൊസിഷനും ഒക്കെ പറയണം. അതെങ്ങനെ പറയാൻ പറ്റും? എന്താ ചെയ്യാം? ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 1s2 2s2 2p6. ഇത് എവിടെ നിന്ന് കിട്ടുന്ന അഫ്ബ പ്രിൻസിപ്പിൾ അല്ലേ? ഓർത്ത് നോക്കാം. 2p6 പിന്നെ എന്തായിരുന്നു? 3s2 3p6 വേണോ? എത്ര വേണം? 3p അല്ലെ? ഇവിടെ വരെ എത്രയുണ്ട്? 10 12 3p3. ഓർത്ത് നോക്കാം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ മീൻസ് വാട്ട് യു മീൻ ദിസ് 3 n is equal to 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? k. n is equal to 1 എന്ന് പറഞ്ഞാൽ k അല്ലെ? ഓർത്ത് നോക്കാം. അതെ, n is equal to 1k, n is equal to 2l, n is equal to 3m. അപ്പൊ ഈ 1 2 3 എന്ന് പറഞ്ഞാൽ എന്താ? ഷെല്ലാണ്. കണ്ടോ? അപ്പൊ ഏറ്റവും ബിഗർ ആയിട്ടുള്ള ഷെല്ലാണ് അതിന്റെ ആൻസർ. ആ 3 ഷെൽ എന്ന് പറഞ്ഞാൽ ഇതാണ് തേർഡ് പീരീഡ്. കണ്ടോ? ഓർത്ത് നോക്കാം. തേർഡ് പീരീഡ്. അപ്പൊ എന്തായിരിക്കും ആൻസർ വരുന്നത്? ഇതിന്റെ ആൻസർ അല്ലെ? പീരീഡ് എന്തായിരിക്കും? 3. പീരീഡ് 3. ഓർത്ത് നോക്കുക. ഇനി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? കണ്ടോ? എസില് 2, പിയിൽ എത്രയുണ്ട്? 3. അപ്പൊ ടോട്ടൽ എത്രയായി? 2 + 3 എത്രയായിരുന്നു? 5. അപ്പൊ ഇവിടെ നോക്കുക. ഇതാണ് എസ്. കണ്ടോ? എസിൽ എത്രയുണ്ട്? 1 2. അത് കഴിഞ്ഞ് പി റെപ്രസെന്റേറ്റ് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ എന്നിട്ട് ഡി ഉണ്ട്. ഡിക്ക് എത്രയുണ്ട്? 10 ഉണ്ട്. അപ്പൊ അതും കൂടി ആഡ് ചെയ്യണം. അപ്പൊ പി എന്ന് പറഞ്ഞാൽ എന്താ ആഡ് ചെയ്യേണ്ടി വരും? എസിലെ 2 പ്ലസ് എന്ത് വരും? ഡിയിൽ എത്രയുണ്ട്? 10. പിന്നെ എന്ത് വരും? പിയില് അല്ലെ 3. അപ്പൊ ടോട്ടൽ എത്ര വരും? ഇവിടെ നോക്കിയേ. ഗ്രൂപ്പ് എന്ന് പറയുമ്പോ ഇവിടെ എത്ര വന്നു? 2 + 3. 2 + 3 എത്രയാ? 5 + 10. 10 എവിടെ നിന്ന് വന്നു? ഡി ബ്ലോക്ക്. അപ്പോ പി ബ്ലോക്കിന് മാത്രം എന്ത് ആഡ് ചെയ്യണം? 10 ആഡ് ചെയ്യണം. പി ബ്ലോക്ക് ആണെങ്കിൽ 10 ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ടോട്ടൽ എത്രയാണ്? 15th ഗ്രൂപ്പ് ആണ്. ഓർത്ത് നോക്കുക. 15th ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ വളരെ ക്ലിയർ ആണ്. ഇതാണ് 15th ഗ്രൂപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന എലമെന്റ്സ്. 15th ഗ്രൂപ്പ്. 15th ഗ്രൂപ്പിൽ ഇതാണ് പൊസിഷൻ. കണ്ടോ? ഏത് പീരീഡ് ആണ്? തേർഡ് പീരീഡ്. കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പോ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഇതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബേസ് ചെയ്തിട്ട് അതിന്റെ പൊസിഷൻ ആക്യുറേറ്റ് ആയിട്ട് പറയാണ്. പൊസിഷൻ അങ്ങനെയാണെങ്കിൽ
പൊളോണിയം ഹൈലി റേഡിയോ ആക്റ്റീവ് ആണ്. ഇതിന്റെ ആറ്റമിക് നമ്പർ അല്ലെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ പറയാൻ പറ്റും? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. കണ്ടോ ക്രിസ് പറയും. വെരി ഗുഡ്. ഇത് നോക്കി പറഞ്ഞു. അതെ, ഇത് ഏത് ഇതായിരിക്കും? ഇത് 5, ഇത് 6. കണ്ടോ? അപ്പൊ അയാൾ ചെയ്യണ പരിപാടി നോക്കിയാൽ ഇത് കണ്ടോ 6 കണ്ടോ? ഓർത്ത് നോക്കാം 6. ഇത് ഏതാണ്? പി. ഈ ബ്ലോക്ക് പി അല്ലേ? 6p. എല്ലാവർക്കും പറയാം കേട്ടോ. അത് കണ്ടോ അവിടെയൊക്കെ കരയാണ് പറയാന്ന് പറഞ്ഞിട്ട്. ഓക്കെ അല്ലെ? 6p. ദെൻ നോക്കി ഇവിടെ നിന്ന് നമ്പർ ഒന്ന് നോക്കിയേ. 1. ശരിയാ പറഞ്ഞു. ഡൗട്ട് വൈസിൽ പോ. ഇല്ല, ഇവിടെ നിന്ന് നമ്പർ ഇത് P1. 6p4. ദാറ്റ്സ് ആൻസർ. ഓർത്ത് നോക്കാം 6p4. 6p4 കേട്ടോ. ഇവിടെ പറഞ്ഞേക്കണം. ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്, അറിയില്ല അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? ഇത് ഇവിടുത്തെ എലമെന്റിന്റെ പേരെന്താ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ആരാണ് ഇവിടെ ഇരിക്കുന്നത്? സീഷ്യം. തൊട്ട് താഴെ ആരുണ്ട്? ഫ്രാൻസിയം. സീഷ്യം ആൻഡ് ഫ്രാൻസിയം. ഓക്കെ, അപ്പൊ ഇവിടെ സീഷ്യത്തിന്റെ ആണ് പറയുന്നത്. എന്താ പറഞ്ഞത്? എങ്ങനെ നോക്കണം? 6. പിന്നെന്തായിരുന്നു? 6s 1. ദാറ്റ്സ് ഓൾ. കണ്ടോ? ഓർത്ത് നോക്കുക. ഇവിടുത്താണെങ്കിൽ എന്ത് പറയും? ഓക്കെ, ക്ലിയർ ആണോ? ഓർത്ത് നോക്കുക. ഇവിടെയാണെങ്കിൽ എന്ത് പറയും? ഡി. ഏത് ഗ്രൂപ്പാ? എണ്ണാനറിയില്ല. ഇത് ഡിയില് എത്രയാ? D1 ആണോ? ഓർത്ത് നോക്കുക. 4 ആണ് അല്ലെ? ഈ 4s കഴിഞ്ഞിട്ടാണ് 3D നമ്മൾ അഫോ പ്രിൻസിപ്പിളില്. അപ്പോ ഓർത്ത് നോക്കുക. ഡി പറയുമ്പോൾ ഒരെണ്ണം ഡിക്രീസ് ചെയ്ത് പറയണം. ഇത് 4s കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് വാല്യൂ പഠിപ്പിച്ചിട്ടില്ലേ? എങ്ങനെയാ പഠിപ്പിച്ചേക്കുന്നത്? 3p6 കഴിഞ്ഞിട്ട് 4s2 3d10 കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഡി പറയുമ്പോൾ എന്ത് പറയണം? ഒരെണ്ണം മൈനസ് ചെയ്ത് പറയണം. അപ്പോ എന്തായിരിക്കും ഇത് പറയുമ്പോ? 3d1. ഇതെന്തായിരിക്കും? 3d2 ആണോ? ഓർത്ത് നോക്കാം. അപ്പോ ഇവിടെ മാംഗനീസ് എന്തായിരിക്കും? ഇതെവിടെ നോക്കിയ? 1 2 3 4 5. അപ്പൊ എന്തായിരിക്കും? 3d5. 3d5. ഇത് ഇവിടെ 1 2 3 4 5 കണ്ടോ? അപ്പൊ ഇത് എത്രയായിരിക്കും? 3d10. ക്ലിയർ ആണോ? ഇൻഡിവിജ്വൽ ചോദിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ്. ദെൻ ലെഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞു. ഇവിടെ തൊട്ട് പറയിപ്പിച്ചു നോക്കാം. ലെഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത് കഴിഞ്ഞിട്ട് ഓൺലൈനിൽ ആൾക്കാർ പറയണം കേട്ടോ. ഓർത്ത് നോക്കാം. ലെഡ് PB ആണ്. വെരി ഗുഡ്. 6p2. ഓക്കെ, ലെഡ് PB കേട്ടോ. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. 6p2. ഇനി ഈ 6p പറയുമ്പോൾ എസ് കൂടി വേണമെങ്കിൽ ചേർത്ത് പറയാം. അതിപ്പോ നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട എന്ന് എഴുതിട്ടാ. എങ്ങനെയായിരിക്കും? 6s2 6p2 കേട്ടോ. ഓർത്ത് നോക്കാം. 6s2 6p2. പക്ഷെ അത് പറയണമെന്നില്ല, ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി ഇപ്പൊ കേട്ടോ. ഓർത്ത് നോക്കാം. 6p2. ഓക്കെ, ഏതാ എസും കൂടി ചേർത്താണ്. ഔട്ടർ മോഷനിൽ കണ്ടോ? ഇത് കണ്ടോ? 3s 3p. അവർ രണ്ടുപേരും ആണ് അടുത്തായിരിക്കും എപ്പോഴും എസ് കഴിഞ്ഞിട്ട് കേട്ടോ. ഓർത്ത് നോക്കാം. പക്ഷെ അത് വേണ്ട, ഇപ്പൊ പി വെച്ച് പഠിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. ഓർത്ത് നോക്കാം. ലാസ്റ്റ് പറഞ്ഞാൽ മതി. ഇനി പിയിലെ നമ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ 12 ആഡ് ചെയ്താൽ മതി. ഇത് കണ്ടോ? നേരത്തെ കണ്ടോ? 2 + 10 കണ്ടോ? 12 ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? അതിന്റെ ഗ്രൂപ്പ് കിട്ടും. ഗ്രൂപ്പ് ഓൾറെഡി കിട്ടും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അയഡിൻ ഇലക്ട്രോൺ ഇല്ല. ഇവിടെ വേറെ ആരും പറയൂ. ഇവിടെ പൊസിഷൻ നോക്കുക. അയഡിൻ 5p5. അയഡിൻ 5p5. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. 5p5 കേട്ടോ. ഓർത്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് Xenon Xe 5p6 ആണ്. ഓർത്ത് നോക്കുക. 5p6. ദെൻ നെക്സ്റ്റ് ഇവിടെ വന്ന സമയത്ത് അയൺ Fe. ഇവിടെ 4 ആണ്. ഡി മാത്രം പറയുമ്പോൾ ഒരെണ്ണം ലെസ് ചെയ്ത് പറയണം. എന്തായിരിക്കും? ഡി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ലെസ് ചെയ്ത് പറയണം. ഈ കോൺഫിഗറേഷനിൽ നിന്ന് ഡിക്ക് മാത്രമുള്ള റൂളാണ്. കാരണം എന്താ? 4s കഴിഞ്ഞിട്ടാണ് 3d. 5s കഴിഞ്ഞാൽ എന്ത് വരും? 4d. നമ്മള് അഫോ പ്രിൻസിപ്പിൾ പഠിപ്പിച്ചില്ലേ? 1s2 2s2 2p6 3s2 3p6 4s2 3d10 4s2
3d10 കണ്ടോ ഓർത്ത് നോക്കുക. അപ്പോ എസ് പറയുമ്പോൾ ഡി പറയുമ്പോൾ മാത്രം ലെസ് പറയണം. അപ്പൊ എന്തായിരിക്കും? ഇല്ല ലെസ് ചെയ്യണം. 4 - 1 3d 6 3d6 കേട്ടോ ഓർത്ത് നോക്കുക. 3d6. ദെൻ ദേവനന്ദ കേട്ടോ ഓർത്ത് നോക്കുക. ഓൺലൈനില് ദേവനന്ദ ടെലൂറിയം TE ടെലൂറിയം 5p4 റൈറ്റ് ആണ് ആക്ച്വലി. ദെൻ നെക്സ്റ്റ് 5p4 കേട്ടോ റൈറ്റ് ആണ്. ദെൻ അടുത്ത ആള് പറഞ്ഞേ. അടുത്ത ആള് ജർമേനിയം ഇതെവിടെ? ജർമേനിയം 4p ഒന്ന് ലൗഡ് വോയിസിലാ, മൈക്കിന്റെ അടുത്ത് കേട്ടില്ല. 4p2 റൈറ്റ് കേട്ടോ ഓർത്ത് നോക്കുക. 4p2 ജർമേനിയം. ഓക്കെ, അപ്പോ പീരിയോഡിക് ടേബിൾ ഫസ്റ്റ് ഫെമിലിയർ ആവാം. ദെൻ വാട്ട് ഈസ് ദ മെയിൻ അല്ലെ, ഇതിന്റെ മെയിൻ പർപ്പസ് എന്താണ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റണം. ഇതിന്റെ വാലൻസി, നേച്ചർ, ബാക്കി കാര്യങ്ങളെല്ലാം. ദെൻ ഇവിടെ ബിസ്മന്ത് ഉണ്ട്. ബിസ്മന്തിന് എന്ത് നേച്ചർ ആയിരിക്കും? ബിസ്മന്ത് ആരുടെ നേച്ചർ ആയിരിക്കും? ബിസ്മന്തിന് ഇതുണ്ടോ, ഈ നൈട്രജൻ ഫാമിലിയുടെ നേച്ചർ ആയിരിക്കും. നൈട്രജൻ ഫാമിലിയുടെ നേച്ചർ ആണ്. ഇവര് ഫാമിലിയാണ് ആക്ച്വലി. ആ ഫാമിലിയുടെ വാലൻസി എത്രയാണ് അതനുസരിച്ച് കോമ്പൗണ്ട് ഫോം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോ അടുത്ത വർഷമല്ല, ഈ പറയുന്ന കെമിസ്ട്രിയിൽ വരുന്ന എല്ലാ ചാപ്റ്ററും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മെയിൻ കാര്യങ്ങളാണ് ആക്ച്വലി. സിലിക്കൺ ക്ലോറൈഡ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സിലിക്കൺ ക്ലോറൈഡ് എങ്ങനെ എഴുതും കേട്ടോ ഓർത്ത് നോക്കുക. അപ്പോ നിങ്ങൾ പീരിയോഡിക് ടേബിളിന്റെ മുകളിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയാണ്. വാലൻസി അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് വാലൻസി എത്രയാ? 1. ഔട്ടർ മോസ്റ്റിൽ 1 ഇലക്ട്രോൺ ആണ്, അത് ഡൊണേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് വാലൻസി 1 ആവുന്നത്. ഇത് ഗ്രൂപ്പിന് മുഴുവനും ഇതാണ്. സെക്കൻഡ് ഗ്രൂപ്പ് 2. ദെൻ 13th ഗ്രൂപ്പ്, ഇതാണ് 13th ഗ്രൂപ്പ്. ഇത് കണ്ടോ, ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്, ഫിഫ്ത്ത്, അങ്ങനെ വന്ന് ഇത് എത്രയാവും? 12. ഇത് എത്രയാവും? 13th ഗ്രൂപ്പ്, 14th, അങ്ങനെ വന്നാൽ എത്രയാവും? 18 വരെ ആവും. ദെൻ ഈ 13th ഗ്രൂപ്പിന്റെ വാലൻസി 3, 14th ഗ്രൂപ്പ് 4. ഇതെന്തായിരിക്കും? 3, 2, 1, 0. കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാനായിട്ടുള്ളത് ഇത് 9th നിങ്ങൾ പഠിക്കുന്നതാണ്. Si സിലിക്കൺ നോക്കിയ വാലൻസി എത്രയാ നോക്കിയാ, അതിൽ നോക്കിട്ടോ. സിലിക്കൺ വാലൻസി എത്രയാ? 4. ക്ലോറിൻ വാലൻസി 1. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? SiCl4. അപ്പോ നിങ്ങൾക്ക് 9th കാര്യമാണ്. പക്ഷെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ കോമ്പൗണ്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും അത് ക്ലാരിഫൈ ചെയ്യാനും പഠിക്കണം. എങ്കിലാണ് അപ്ഗ്രേഡ് ആവാൻ പറ്റുള്ളൂ. അതർവൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കണ്ടോ ഓർത്ത് നോക്കുക. ദെൻ ജർമേനിയം അയഡൈഡ് എന്തായിരിക്കും? ജർമേനിയം അയഡൈഡ് GE. ജർമേനിയം അയഡിൻ വാലൻസി നോക്കിയേ, സെയിം പാറ്റേൺ അല്ലേ? എന്തായിരിക്കും? GE 4 അല്ലേ? 4, 1 GeI4 ആണ് ആൻസർ. കണ്ടോ, GeI4. അപ്പോ നിങ്ങൾക്ക് പുതിയ പുതിയ കോമ്പൗണ്ടുകൾ വന്ന സമയത്ത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പോ അതിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഏരിയ ആണ് ആക്ച്വലി. ലെഡ് ഓക്സൈഡ് എങ്ങനെ എഴുതും? ലെഡ് എത്രയാ? PB അല്ലെ? ഓർത്ത് നോക്കുക. അപ്പോ 2 വാലൻസി ഉണ്ട് PBക്ക്. PbO2 ഉണ്ട്, PbO ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക, PbO ഉണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡൗൺ ദ ഗ്രൂപ്പ് എന്താണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ഡിക്രീസസ്. അതിനെയാണ് ഇനേർട്ട് പെയർ എഫക്ട് എന്ന് പറഞ്ഞു പഠിക്കുന്നത്. ഇനേർട്ട് പെയർ എഫക്ട് കണ്ടോ. അപ്പൊ എക്സെപ്ഷൻസ് പഠിക്കാനുണ്ട്. ഈ ചാപ്റ്ററിൽ ജനറൽ ട്രെൻഡ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എക്സെപ്ഷൻ ഉണ്ട്. അതാണ് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പൊ ഏകദേശം ഇത്രയും പറഞ്ഞത് ലാസ്റ്റ് ക്ലാസ്സിലുള്ള കൺസെപ്റ്റ് ആണ്. ഇത് ഇത്രയും ചെയ്തത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഇന്നത്തെ മെയിൻ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങാം. കാരണം ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഇന്ന് എടുക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. ഓർത്ത് നോക്കാം.
KV അവരുണ്ടായില്ല എന്നറിയാം, ഇയാൾ പുതിയതാണ്, ഇവർക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ ഇതിന്റെ തൊട്ട് താഴെ ഒരു റോയും കൂടി ഉണ്ട്, 7th റോ. അതിൽ മോസ്റ്റ് ഓഫ് ദം റേഡിയോ ആക്റ്റീവ് ആണ്. അങ്ങനെ ടോട്ടൽ 118 എലമെന്റ് കേട്ടോ, 118 എലമെന്റ്സ് കൊണ്ടാണ് ടോട്ടൽ പീരിയോഡിക് ടേബിൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. ആ സമയത്ത് 100 എന്ന് പറയുന്ന നമ്പർ കഴിഞ്ഞ സമയത്ത് നോമൻക്ലേച്ചറിൽ ചെറിയൊരു ഇഷ്യൂ വന്നു. ആ പെർട്ടിക്കുലർ ടൈമില് 90s രണ്ട് വലിയ, ഞാൻ ഓൾറെഡി 10th പഠിക്കുന്ന സമയത്ത് എന്റെ പീരിയോഡിക് ടേബിളിൽ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. 10th കഴിഞ്ഞ് 11th ഇതുപോലെ തന്നെ കോളേജിൽ പ്രീ ഡിഗ്രി ആണ്. ആ ടൈമിൽ 104 ഉണ്ടായിരുന്നുള്ളൂ പീരിയോഡിക് ടേബിളിൽ, 104. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ആ ടൈമുകളിലൊക്കെ അവർ എന്ത് ചെയ്യണം, എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോഴത്തെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഇപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എത്രയുണ്ട്, 118. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ ആൻഡ് റഷ്യ എന്നറിയാലോ, റഷ്യ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ആൻഡ് അമേരിക്ക, ഇവര് തമ്മില് അവര് ലാബുകൾ ഏറ്റവും ഇപ്പോഴും അഡ്വാൻസ്ഡ് തന്നെയാണ്. അവർ ഗ്രൂപ്പായിട്ട് എലമെന്റ്സുകൾ കണ്ടെത്തി, എന്നിട്ട് ഒരേ എലമെന്റ്സിനെ തന്നെ അവർ ക്ലെയിം ചെയ്യാൻ തുടങ്ങി. ഒരേ ടൈമിലായിരിക്കും ഏകദേശം കണ്ടെത്തുന്നത്. അങ്ങനെ ക്ലെയിംസ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവര് ഓരോന്നിനും പേര്, അവരുടെ ആർമിയുടെ റെജിമെന്റിന്റെ പേര് സെബോർജിയം, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റൻ ആണ്, 9th ക്വസ്റ്റൻ കണ്ടോണ വരുന്നത് സെബോർജിയം. അതുപോലെ ബെർക്കലി ലബോറട്ടറി എന്നൊക്കെ ഫൈൻഡ് ചെയ്തേക്കുന്ന എലമെന്റ്സ് ഇത് ഫൈൻഡ് ചെയ്തിട്ട് അതിനൊക്കെ ക്ലെയിം ചെയ്യാൻ തുടങ്ങി. അപ്പോ ആ ക്ലെയിം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു IUPAC നോമൻക്ലേച്ചർ, ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നോമൻക്ലേച്ചർ മതി എന്നുള്ളത് വന്നു. അതാണ് ഇനിയുള്ള ടോപ്പിക്സ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്. കേട്ടോ, ഓർത്ത് നോക്കാം, ഒന്ന് എഴുതി വെച്ചു. Nomenclature of element. Next is the nomenclature of element with atomic number greater than 100. Nomenclature of element with atomic number greater than 100. Nomenclature of element with atomic number greater than 100. Greater than 100 അതാണ് ഹെഡിങ്സ് ആയിട്ട് വരുന്നത്. ഇതിലെ നോമൻക്ലേച്ചേഴ്സ് നമുക്ക് പഠിക്കുന്ന സമയത്ത് ഓർത്തു വെക്കാം. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 0 to 9 വരെയുള്ള നമ്പേഴ്സുകളാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അതിലെ ഫസ്റ്റ് പീരിയോഡിക് ടേബിളിലൂടെ കിടക്കട്ടെ കേട്ടോ, നിങ്ങൾ ഒന്ന് എടുത്തെഴുതാം. 0 അതിന്റെ ഹൈഫൺ ഇട്ടിട്ട് നിൽ കേട്ടോ, ഓർത്ത് നോക്കുക. 0 എന്ന് പറഞ്ഞാൽ നില്ലാണ്. ആക്ച്വലി സ്മോൾ ഇത് കൊടുത്താൽ 0 മീൻസ് നിൽ. Then 1 means un, UN കേട്ടോ, ഓർത്ത് നോക്കുക. 2 means by, 3 means try, 4 means quad, QUAD, 5 means pen കേട്ടോ, ഒന്ന് എടുത്തെഴുത കേട്ടോ. ഇനി എഴുതുമ്പോ 101 അവിടെ മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. 1 മീൻസ് എന്തായിരുന്നു, അൺ ഉണ്ടോ, ഓർത്ത് നോക്കുക. 0 മീൻസ് നിൽ ഉണ്ടോ, ഓർത്ത് നോക്കുക. ദെൻ 1 ഏകദേശം ഉണ്ടോ, അൺ. ലാസ്റ്റ് ഇതേ ഇത്രയും വരുമ്പോ നോക്കിയേ 101. ക്ലിയർ ആണോ? 101 അൺ ഉണ്ടോ, നിൽ അൺ. ദെൻ ലാസ്റ്റ് IUM കൊടുക്കണം. ഒരു ഐ റിപ്പീറ്റഡ് ആയിട്ട് ബൈ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഐ എടുത്താൽ മതി. ആക്ച്വലി വീണ്ടും ഡബിൾ ഐ കൊടുക്കണ്ട ആക്ച്വലി വരുന്ന സമയത്ത്. ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ 102 എങ്ങനെയായിരിക്കും,
അൺ, നിൽ, പിന്നെ എന്തായിരിക്കും? ടു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബൈ ആണോ? അത് നോക്കാം. ദെൻ നെക്സ്റ്റ് വീണ്ടും റിപ്പീറ്റേഷൻ ആയി വേണ്ട UN. എളുപ്പമല്ലേ? ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് എല്ലാവരും അടുത്തും പറയാം കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് ആമൻ സ്റ്റാർട്ട് ചെയ്തു. 103. TRI ഉണ്ടോ? ഓർത്ത് നോക്കാം. പിന്നെ എന്ത് ചെയ്യണം? UN. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് അടുത്ത റോ ഇവിടെ പറഞ്ഞു. ഇത് വേണ്ട കേട്ടോ, ഞാൻ എന്ന് പറഞ്ഞാൽ മതി. IUN ഉണ്ടോ? ഓർത്ത് നോക്കാം. റോൾ ഉണ്ടോ? 1 എന്ന് പറഞ്ഞ UN. എന്തോ സ്പെല്ലൊന്നും ചെയ്യണ്ട, ഇതുപോലെ നോക്കിയാൽ മതി കേട്ടോ. ഓർത്ത് നോക്കാം. പറയണ പോലെ പറഞ്ഞാൽ കേട്ടോ. ഓർത്ത് നോക്കാം. അൺ 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 IUM കേട്ടോ. ഓർത്ത് നോക്കാം. ആ രീതിയിൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് ഇവിടെ പറഞ്ഞു 118. ഡൗട്ട് ഇല്ലല്ലോ? എഴുതി കേട്ടോ. ഓർത്ത് നോക്കാം. എക്സാമ്പിൾസ് ആയിട്ട് ഇതുപോലെ ക്ലിയർ ചെയ്ത് എഴുതി വെക്കാം. 6 ഹെക്സ് കേട്ടോ. 6 ഹെക്സ്. 7 സെപ്റ്റ് ആണ്. SEPT സെപ്റ്റ്. 8 ഒക്ട്. 9 ENN കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് മാറിപ്പോവാൻ ചാൻസ് നിങ്ങൾ അല്ലെ 10th പഠിച്ചിട്ടുണ്ടാവും. മീതേൻ, ഈതേൻ, പ്രൊപ്പെയിൻ അല്ലെ, ബ്യൂട്ടൈൻ, പെന്റൊക്കെ കറക്റ്റ് ആയിട്ട് വരും. പക്ഷെ ബാക്കിയുള്ള ഒന്നും ഇല്ല അല്ലെ. അപ്പോ അതുമായിട്ട് റിലേഷൻ ഒന്നുമില്ല. കുറെ വ്യത്യാസം ഉണ്ടാകുന്ന. ഹെക്സേൻ ഉണ്ട്, ഹെക്സ് ഉണ്ട്. സെപ്റ്റ് ഇല്ല. സെപ്റ്റിന് പേര് അവിടെ ഹെപ്റ്റ് ആണ്. കണ്ടോ? ഓർത്ത് നോക്കാം. ഒക്ടേൻ ഉണ്ട്. ഒക്ട് ഇവിടെ റൈറ്റ് ആണ് ആക്ച്വലി. കണ്ടോ? മറ്റേ അടുത്ത് എന്താണ്? നൊനൈൻ ആണ്. 9 ഇവിടെ ഇൻ ആണ്. കണ്ടോ? ഓർത്ത് നോക്കാം. നൊനൈൻ അല്ലെ? ഓർത്ത് നോക്കാം. അപ്പൊ അതുമായിട്ട് റിലേഷൻ ഇല്ല. ഇത് സെപ്പറേറ്റഡ് ആയിട്ട് വെക്കാം. ഇനി ഈ ടോപ്പിക്കിൽ നിന്ന് ഇതല്ല, 2 ക്വസ്റ്റൻ ആണ് വന്നേക്കുന്നത്. ഒരു ചെറിയൊരു എലമെന്റ് കാണാതെ നിങ്ങൾ പഠിക്കേണ്ടി വരും. 103 എന്ന് പറയുന്നത് അതൊരു ഓർത്ത് നോക്കാം. ഇത്ര എടുത്തെഴുത കേട്ടോ. എല്ലാവരും എഴുതിയോ? ഏതാ? നോർമലി ഈ ഹയർ നമ്പേഴ്സുകൾ പോകുമ്പോ, ഇപ്പൊ F ബ്ലോക്ക് കഴിഞ്ഞിട്ട് വരുന്ന നമ്പേഴ്സ് ആയാലും, ഇപ്പൊ ഇത് കണ്ടോ, റാഡോൺ, പൊളോണിയം, ഇവരൊക്കെ ഹൈലി റേഡിയോ ആക്റ്റീവ് എലമെന്റ്സുകൾ തന്നെയാണ്. അപ്പോ 100 കഴിയുമ്പോ, ഒരു 105 ഒക്കെ കഴിയുമ്പോൾ തന്നെ എല്ലാം തന്നെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സുകൾ വരാൻ റീസൺ എന്ന് പറയുന്നത് അതിന്റെ എന്താണ്? ആക്ച്വലി അൺസ്റ്റേബിൾ ആണ് ഔട്ടർ മോസ്റ്റ് സെല്ലിൽ നിന്ന്. വാട്ട് യു മീൻ അൺസ്റ്റേബിൾ? എന്തുകൊണ്ടായിരിക്കും അൺസ്റ്റേബിൾ എന്ന് പറയുന്നത്? നോർമലി ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബിഗർ ആകും തോറും എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കുറയും. ആണോ? സ്റ്റെബിലിറ്റി കുറയും. നോർമലി ആ കോമ്പൗണ്ട് എന്ത് ചെയ്യും? വേറെ രീതിയിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇനി റേഡിയോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? റേഡിയോ ആക്ടിവിറ്റി കഴിഞ്ഞാൽ എന്ത് പറ്റും? എന്താ പറ്റും? നോർമലി ഇവിടെ വരുന്ന ഫ്യൂഷൻ ഇല്ല, ഫിഷൻ ആണ് ഇവിടെ അല്ലെ. ഫിഷൻ വന്നിട്ട് പുതിയ കോമ്പൗണ്ട് ഉണ്ടാവും, പുതിയ എലമെന്റ് ഉണ്ടാവും. അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യും? ന്യൂ എലമെന്റ്സിലേക്ക് വരും. അപ്പൊ ആ എനർജി ഡിഫറൻസും ഇതാണ്. പിന്നെ ഇവരെല്ലാം നാനോഗ്രാം ക്വാണ്ടിറ്റി ഒക്കെ ഉള്ളത്. ഓർത്ത് നോക്കാം. നാനോഗ്രാം ക്വാണ്ടിറ്റി. വാട്ട് ഇസ് റീസൺ? നാനോഗ്രാം ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അല്ലെ, എർത്തില് വളരെ നാനോഗ്രാം എന്ന് പറയുമ്പോൾ അറിയാലോ, എർത്തിൽ ആകെ ടോട്ടൽ എർത്തിന്റെ പ്രൊപ്പോർഷൻസിൽ വളരെ മൈന്യൂട്ട് ആണ് ഇവരെല്ലാം. അതുകൊണ്ട് തന്നെ ഹൈലി വാല്യൂ ആണ് ആക്ച്വലി വരുന്ന സമയത്ത്. ഇപ്പോ നമ്മൾ അറിയാവുന്നതാണ്, നമ്മൾ ഇതിനു മുമ്പ് പറയുന്നതാണ് ആക്ച്വലി പൊളോണിയം, അതുപോലെ
നമ്മുടെ ആലപ്പുഴ റീജിയൻ അറിയാലോ. ആലപ്പുഴ റീജിയനിൽ ഉണ്ടായിരുന്ന നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ടോ? എന്തായിരുന്നു? മോണോസൈറ്റ് അല്ലെ. അതുപോലെ ഇതുപോലെ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് എവിടെയുണ്ട്? ഈ ആലപ്പുഴ ബീച്ചിലുണ്ട് വരുന്നത്. ആ ബീച്ചിലുണ്ട്. അത് നോർമലി 1 കിലോ എടുത്തു കഴിഞ്ഞാൽ അതിന് 6 crore to 20 crore ആണ് റേറ്റ്. 1 ടൺ മണല് അവിടുത്തെ ആ കടലിൽ കിടക്കുന്ന ബീച്ചില്ലേ, 1 ടൺ അതെന്ന് പറഞ്ഞാൽ ഒരു ലോഡ്, ഒരു മറ്റേ നിങ്ങൾ കണ്ടല്ലേ പെട്ടിവണ്ടി, അതില് 6 കോടി രൂപ മിനിമം കിട്ടും. അത് എങ്ങാലും പുറത്ത് വിറ്റ് കഴിഞ്ഞാൽ എത്ര കിട്ടും? 20 crore രൂപ കിട്ടും. വാട്ട്സ് റീസൺ? ഇത് ടെററിസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിട്ടുള്ള പല ആൾക്കാരും അല്ലെ വേൾഡില് ഈ ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്യാനായിട്ട് ഇപ്പൊ എത്ര കൺട്രീസ് ഉണ്ട്? അത് ബ്ലാക്കിൽ ഇങ്ങനെ ഇത് വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ അടുത്തിടെ പേര് പറഞ്ഞ ചിലപ്പോ എനിക്ക് ഇഷ്യൂ ആവും. ഇതൊക്കെ ഉണ്ടല്ലോ, ഓർത്ത് വെക്കാം. ഈ അടുത്തിടെ എടുക്കുന്നുണ്ട്. നമ്മളുടെ ഇവിടെ കളമശ്ശേരിയില്ലേ, അവിടെയാണ് പ്രോസസ് ചെയ്യുന്നത്. അത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ്. അത് കൊടുക്കുന്നത് അവിടെ എടുക്കുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത്. ആ പേര് പറഞ്ഞ ഇപ്പൊ ഇഷ്യൂ ആണ്. ഇപ്പൊ പേപ്പറുകളിലൊക്കെ റിലവന്റ് ആണ് ആക്ച്വലി. കരിമണൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുഴപ്പമുണ്ടാവും കേട്ടോ, ഓർത്ത് വെക്കാം. എനിവേ ഓർത്ത് വെക്കാം, അത് എടുക്കുന്ന കമ്പനി കൊടുക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് നമുക്ക് കൊടുക്കുന്ന ടാറ്റ ബാബ റിസർച്ചിലേക്കാണ് അത് പോകുന്നത്. അവിടെ നിന്ന് ഇന്ത്യക്ക് ഉള്ള ന്യൂക്ലിയർ വെപ്പണിന് വേണ്ടിയിട്ടും ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്കറിയാലോ എത്ര കൺട്രീസാ? അമേരിക്ക, ഇന്ത്യ, അല്ലെ, അങ്ങനെ കുറച്ച് കൺട്രീസിനുള്ളൂ. 7 കൺട്രീസ് ഇല്ല എന്ന് തോന്നുന്നു. അത്രയും കൺട്രീസിനാണ് ഈ ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അതിലുള്ള ടെക്നോളജി ഉള്ളത്. അതിർത്താൻ വേറെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള ഇഷ്യൂസ് അറിയാലോ. നോർമലി എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ ഇത് ഇത്രയേ ഉള്ളൂ. അതേ ഇവിടെ ശ്രദ്ധിച്ചേ, ഇത്രയും വെപ്പൺ ഉണ്ടെങ്കിൽ ഇത്രയും എമൗണ്ട് മതി. ഏകദേശം അത് ഒരു 100 to 200 gram ഉണ്ടാവും വെയിറ്റ്. മനസ്സിലായ വെയിറ്റ് എത്ര ഉണ്ടാവും? അത് 1 കിലോ എന്നൊക്കെ പറഞ്ഞ് ഇത്രേ ഉണ്ടാവുള്ളൂ. 1 കിലോ അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് നോർമലി ഇവിടെ വെച്ച് ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ കടവന്ത്ര റീജിയൻ മുഴുവൻ തീർത്ത് കിട്ടും. അത്രയ്ക്കധികം എന്താ പറ്റും? ന്യൂക്ലിയർ റേഡിയോ ആക്റ്റീവ്നെസ് വരും. ഭയങ്കര ഡേഞ്ചറസ് ആണ് ആക്ച്വലി. അതുകൊണ്ടാണ് അതിന് റെസ്ട്രിക്ഷൻസ് ഉള്ളത്. പല ഇത് നിങ്ങൾ ന്യൂസ് ഒക്കെ വായിച്ചറിയാം. ഇനി ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് ഇത് എടുക്കുന്ന ആ റീജിയൻ ഉണ്ടല്ലേ, അവരത് ബ്ലാക്കില് അല്ലെങ്കിൽ അൺനെസസറി ലീഗൽ അറിയാതെ വിറ്റു എന്ന് പറയുന്നതാണ് ആക്ച്വലി വന്നേക്കുന്നത്. ഏകദേശം 30,000 to ഹയർ ആണ് ആക്ച്വലി എന്റെ ഒരു ആരോപണമൊക്കെ വരുന്നത്. നോക്കാം, അങ്ങനെ ലീഗൽ അല്ലാതെ ഗവൺമെന്റിൽ വരാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ്. ഞാൻ ഇത് പറയാൻ കാരണം നമ്മൾ ഇതൊക്കെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ആരാണ് പോളോണിയും ഇസ്മത്ത് എവിടെ കേട്ടോ, ഇതാണ്. അങ്ങനെ ആവരുത്. നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പിന്നീട് വായിക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടണം. ഓർത്ത് നോക്കാം. ഇനി അംബാനിയുടെ കല്യാണത്തിലെ വാച്ചില് എന്റെ കഥ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ. ഓർത്ത് നോക്കുക എന്തൊക്കെയാണ് ആ മെറ്റൽ നോക്കുക, എന്നിട്ട് അത് ഇവിടെ വെക്ക്, എന്നിട്ട് അതിൽ ഏതൊക്കെയാണ് പ്രഷ്യസ് എന്ന് പറ. ഗോൾഡും പ്ലാറ്റിനവും വിലയുള്ളത് നിങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ സാധാരണ സൊസൈറ്റിക്ക്. അതല്ല ഹൈലി വിലയുള്ള ഇഷ്ടം പോലെ എലമെന്റ് ഇതിനകത്തുണ്ട്. ഒരെണ്ണം ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞു, ഓസ്മിയം അല്ലെ. ഓസ്മിയം ഞാൻ പറഞ്ഞു നോർമലി. അപ്പോ നോർമലി നമ്മൾ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള മെറ്റൽസിന് പിന്നെയും കൂടുകയാണ്. കാരണം എന്താണ്? എർത്തിൽ അത്രയും റയറസ്റ്റ് ആണ് ആക്ച്വലി. അപ്പൊ റയറസ്റ്റ് ദെൻ എന്ത് ചെയ്യും? അതുപോലെ റിയാക്ടിവിറ്റി ലെസ്സും ആണെങ്കിൽ അതിന്റെ അലോയ്സ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത്. ഓർത്ത് നോക്കാം, ഇപ്പൊ കൺസിഡർ ചെയ്യുന്ന വാല്യൂബിൾ ആയിട്ടുള്ള മെറ്റൽസും ബാക്കി കാര്യങ്ങളും. അപ്പോൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന് ഇങ്ങനെ വരുന്ന സമയത്ത് വിവിധ രീതിയിലുള്ള എലമെന്റ്സ് ഉണ്ടാവും. ആ എലമെന്റ്സ് ഏതാണെന്ന് ഓർത്ത് വെക്കുക, എന്നിട്ടൊന്ന് കമ്പയർ ചെയ്ത് വെക്കുക. ഓർത്ത് വെക്കുക. അപ്പൊ രസം ഉണ്ടാവും ഇത് പഠിക്കണതിന്. അല്ലാതെ പോളോണിയം, ബിസ്മത്ത് ഓർത്ത് വെക്കാം. അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. നെക്സ്റ്റ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. എസ് ബ്ലോക്ക് എലമെന്റ്. എസ് ബ്ലോക്ക് എലമെന്റ് ഹെഡിങ് ആണ്. ന്യൂ ഹെഡിങ് എസ് ബ്ലോക്ക് എലമെന്റ്. എസ് ബ്ലോക്ക് എലമെന്റ്. എസ് ബ്ലോക്ക് എലമെന്റ്. എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ കേട്ടോ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം ഓർത്ത് നോക്കുക. അതുപോലെ ബെർലിയം, മെഗ്നീഷ്യം, കാൽസ്യം. പിന്നെ എന്താ വരുന്നേ? ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയില്ലേ? സ്ട്രോൺഷ്യം, ബേരിയം അല്ലെ. ഓർത്ത് നോക്കുക. വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു റേഡിയോ ആക്റ്റീവ് ആയിട്ട്. എന്താണ്? RA അല്ലെ. ഓർത്ത് നോക്കുക. അപ്പോ ഈ എലമെന്റ്സുകളൊക്കെയാണ് ഇതിൽ വരുന്നത്, ഈ ടോട്ടൽ ആയിട്ട് വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ. അപ്പോ
ഈ റേഡിയം എന്ന് പറഞ്ഞ റാഡോൺ. അപ്പോ ഈ എലമെന്റ്സുകൾ വരുന്നതാണ് എന്ത് എസ് ബ്ലോക്ക് എന്ന് പറയുന്ന കാറ്റഗറൈസേഷൻ വരുന്നത്. അപ്പൊ എസ് ബ്ലോക്കിലെ ഫസ്റ്റ് ഗ്രൂപ്പിന് നമ്മൾ വിളിക്കുന്ന നെയിം ആണ്, നെയിം എന്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ആൽക്കലി മെറ്റൽസ്. സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. എസ് ബ്ലോക്കിൽ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. The element of group 1 hyphen alkali metal, the element of group 1 hyphen alkali metal, the element of group 1 hyphen എന്ത് എഴുതണം ആൽക്കലി മെറ്റൽ. ബ്രാക്കറ്റിൽ എഴുതി വെക്കാം. അതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും NS1. ഇതിന്റെ മീനിങ് എന്താ? ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ആണ്. ഈ സെക്കൻഡ് ഗ്രൂപ്പ് അപ്പൊ ലിഥിയത്തിന്റെ എന്തായിരിക്കും 2s1 ലിഥിയം. ഇത് എത്രയായിരിക്കും 3s1. ഇതെന്തായിരിക്കും 5s1. ഓർത്ത് നോക്കുക, അങ്ങനെയാണ് ആക്ച്വലി വരുന്നത്. അപ്പൊ ജനറൽ ഇലക്ട്രോണിക് N മീൻസ് അല്ലെ, ഓർത്ത് നോക്കുക N മീൻസ് പിരീഡ്. N മീൻസ് എന്താണ് പിരീഡ് ആണ് N അല്ലെ, ഓർത്ത് നോക്കുക. നെക്സ്റ്റ് ലൈനില് NS1 കേട്ടോ, ഓർത്ത് നോക്കുക ബ്രാക്കറ്റ് ഇട്ടിട്ട് NS1. N മീൻസ് പിരീഡ്. നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കാം the element of group 2 hyphen എന്തായിരിക്കും നെയിം ആൽക്കലി എർത്ത് മെറ്റൽസ്, alkaline earth metals. General configuration എന്തായിരിക്കും NS2 ബ്രാക്കറ്റിൽ NS2. അപ്പോ മെഗ്നീഷ്യം എന്തായിരിക്കും റെപ്രസെന്റ് ചെയ്യാം 3s2, കാൽസ്യം 4s2. ക്ലിയർ അല്ലേ? 4s2 കേട്ടോ, ഓർത്ത് വെക്കാം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. Then what is the reason for this compound is known as alkali metal? What do you mean alkali? അല്ലേ, soluble base is known as alkali. What do you mean alkali? Soluble base. സോഡിയം ദേ ഇവിടെ നോക്കിയേ, സോഡിയം വാട്ടറിൽ ഇട്ടാൽ എന്ത് പറ്റും? പൊട്ടിത്തെറിച്ചിട്ട് എന്തുണ്ടാവും? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താണ് ആക്ച്വലി ബേസ് ആണ്, അത് വാട്ടർ സോലുബിൾ ആണ്. ദെൻ പൊട്ടാസ്യം വാട്ടറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അല്ലെ, ഹൈലി റിയാക്റ്റീവ് ആണ് പൊട്ടാസ്യം. ദീസ് മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ ടു പ്രൊഡ്യൂസ് എന്താണ് ആൽക്കലി. അതുകൊണ്ടാണ് ആൽക്കലൈൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഗ്രൂപ്പിന് ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറയാൻ എന്താ? എർത്തില് നമുക്ക് വിസിബിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാൽസ്യം ആണോ? കാൽസ്യം നോർമലി നിങ്ങൾക്ക് അറിയാലോ, ഷെല്ല് കണ്ടിട്ടില്ലേ, എഗ് കണ്ടിട്ടില്ല, എഗിന്റെ പുറത്തുള്ള എന്താ? കാൽസ്യം കാർബണേറ്റ് ആണ് ആക്ച്വലി. അപ്പോൾ കാൽസ്യത്തിന്റെ വിസിബിൾ ഫോം കമ്പാരിറ്റീവ്ലി കൂടുതലാണ് ആക്ച്വലി. ആ എലമെന്റുകൾ അതുപോലെയാണ് ആക്ച്വലി. മെഗ്നീഷ്യം ഒക്കെ നമുക്ക് കുറച്ചും കൂടി വിസിബിൾ ആയിട്ട് വരുന്ന രീതിയിലാണ്, കാരണം റിയാക്ടിവിറ്റി കുറച്ചും കൂടി ലെസ് ആണ് കേട്ടോ, ഓർത്ത് നോക്കുക. അതുകൊണ്ടാണ് അതിന് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് എഴുതി. ദെൻ നെക്സ്റ്റ് പോയിന്റ് എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് പോയിന്റ്, തേർഡ് പോയിന്റ്, ദേ ആർ ഓൾ റിയാക്റ്റീവ് മെറ്റൽ. എസ് ബ്ലോക്ക് എല്ലാം എങ്ങനെയാ? റിയാക്റ്റീവ് ആണ്. ദേ ആർ ഓൾ റിയാക്റ്റീവ് മെറ്റൽ. ദേ ആർ ഓൾ റിയാക്റ്റീവ് മെറ്റൽ with low ionization enthalpies. They are all reactive metal with low ionization enthalpies. Ionization IONIZATION. Low ionization enthalpies. They are all reactive metal with low ionization enthalpies. ENTHALPIES enthalpies. ENTHALPIES enthalpies. എൻതാൽപിയോൺ എന്ന് പറയുന്ന ഒരു വേർഡിന്റെ മീനിങ് ഹീറ്റ് കണ്ടന്റ് എന്നാണ്. എൻതാൽപിയോൺ മീൻസ് എന്താണ്? ഹീറ്റ് കണ്ടന്റ്. Then this enthalpy word represent energy.
കേട്ടോ. ഓർത്ത് നോക്കുക, എനർജീനെ റെപ്രസെന്റ് ചെയ്യുന്ന വേർഡാണ് എൻതാൽപ്പീസ്. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് ഡെഫിനിഷൻ എഴുതാനുണ്ട്. വാട്ട് യു മീൻ അയണൈസേഷൻ എൻതാൽപ്പി? ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർമോസ്റ്റ് സെൽ. ഔട്ടർമോസ്റ്റ് സെല്ലില് നമുക്ക് കോൺഫിഗറേഷൻ അറിയാം അല്ലെ? ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർമോസ്റ്റ് സെൽ. ഔട്ടർമോസ്റ്റ് സെല്ലിൽ നിന്ന് നമുക്ക് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന എനർജി കേട്ടോ, ദാറ്റ് ഈസ് നോൺ ആസ് ദി അയണൈസേഷൻ എൻതാൽപ്പീസ് കേട്ടോ. ഓർത്ത് വെക്കുക, they are all reactive metal with a low ionization enthalpies. Next line എഴുതി വെക്കുക. The compound of the S block element, the compound of the S block element, the compound of the S block element elements, comma, with the exception of those of lithium and beryllium, those of lithium and beryllium, those of lithium and beryllium are predominantly ionic. With the exception of those of lithium and beryllium are predominantly ionic. Predominantly ionic. Okay. Then next, first group oxidation state എത്രയായിരിക്കും? +1. Next line la first group oxidation state +1. Second group oxidation state +2. കേട്ടോ. ഓർത്ത് നോക്കുക, ഫസ്റ്റ് ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഹൈഫൺ എന്തായിരിക്കും? +1. സെക്കൻഡ് ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താ? കാൽസ്യം ക്ലോറൈഡ് ഏതായിരിക്കും ഫോർമുല? കാൽസ്യം ക്ലോറൈഡ്, കാൽസ്യം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓർ വാലൻസി എത്രയായിരിക്കും? 2. അവിടെ ഓർത്ത് നോക്കുക, അതെ കാൽസ്യം വാലൻസി 2 ഉണ്ട്, ഇവിടെ 1. അപ്പൊ ക്രോസ് ചെയ്ത് എന്ത് വരും? CaCl2. സോഡിയം ഓക്സൈഡ് എങ്ങനെയായിരിക്കും ഫോർമുല? സോഡിയം ഓക്സൈഡ് ശരിക്കും ആലോചിച്ചിട്ട് പറ. സോഡിയം ഓക്സൈഡ് Na2O. ക്ലിയർ ആണോ? സോഡിയത്തിന്റെ വാലൻസി ഫസ്റ്റ് ഗ്രൂപ്പ് ആണ് 1. ഫസ്റ്റ് ഗ്രൂപ്പ് 1. ഓക്സിജൻ ഉണ്ടോ? ഓക്സിജന്റെ മുകളിൽ എത്രയായിരുന്നു വാലൻസി? 2. ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? Na2O. സോഡിയം ഓക്സൈഡ് Na2O. ക്ലിയർ ആണോ കേട്ടോ? ഓക്കെ. ദ നെക്സ്റ്റ് P block element. നെക്സ്റ്റ് ഹെഡിങ് P block element. അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, the P block element and S block element, the P block element and S block element together is known as representative element. The P block element and S block element, the P block element and S block element together is known as representative element or main group element. 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 Main group element. Main group element. The next line എഴുതി വെക്കുക. General electronic configuration. General electronic configuration. General electronic configuration. General electronic configuration.
general electronic configuration. NS2 NP1 to 6 എഴുതാം. general electronic configuration NS2 NP1 to 6 general electronic configuration NS2 NP1 to 6. N എന്താ? what do you mean? N means period അല്ലേ? N means period. അങ്ങനെയാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. സൾഫർ എങ്ങനെ പറയും? സൾഫർ സൾഫറിന്റെ പീരീഡ് നോക്കുക ഉണ്ടോ? 3 2 3 ഉണ്ടോ? P സൾഫർ അല്ലേ പറഞ്ഞേ? സൾഫർ അല്ലേ നമ്മൾ പറഞ്ഞേ അല്ലേ? ഓർത്ത് നോക്കുക. സൾഫർ 3p4 ആണോ? ഓർത്ത് നോക്കുക. സൾഫർ 3p4. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓർത്ത് നോക്കുക. ഏതാ 4 വരുന്നത്? ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4. ഇതിൽ പിയില് കേട്ടോ. ഓർത്ത് നോക്കുക. ഗ്രൂപ്പാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ ഗ്രൂപ്പ് P1 ഇതെന്തായിരിക്കും? P2 P3 P4 P5 P6. ഇത് നോക്കുമ്പോൾ എന്തായിരിക്കും? D1 D2 D3 D4 അങ്ങനെ വരും. കണ്ടോ? ഓർത്ത് നോക്കാം. ക്ലിയർ ആണോ? ഓക്കെ. ബ്രോമിൻ Br 4s2 4p5 കേട്ടോ. 4s2 4p5 ക്ലിയർ ആണോ? ഓക്കെ. അമൻ ഓക്കെ അല്ലേ? അപ്പോ ആദ്യത്തെ മെയിൻ പോയിന്റ് കഴിഞ്ഞു. നെക്സ്റ്റ് സെക്കൻഡ് മെയിൻ പോയിന്റ് കഴിഞ്ഞു. തേർഡ് പോയിന്റ് ഒന്ന് എഴുതി വെക്കാം. ഇതിൽ വരുന്ന നെയിംസ് ആണ് ഇനി നമ്മൾ മെയിൻ ആയിട്ട് റെപ്രസെന്റേറ്റ് ചെയ്ത് വരുന്നത്. ഇതിൽ ഓർത്ത് നോക്കുക. 18th ഗ്രൂപ്പിനെ വിളിക്കുന്ന ജനറൽ നെയിം എന്താണ്? 18th ഗ്രൂപ്പ് ജനറൽ നെയിം നോബിൾ ഗ്യാസ്. ഓർത്ത് നോക്കുക. ദെൻ 17th ഗ്രൂപ്പ് ഇതാണ്. ഇതിനെന്താ വിളിക്കുക? ഹാലജൻ. കേട്ടോ. ഓർത്ത് നോക്കുക. what do you mean ഹാലജൻ? ഹാലജൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലൈറ്റ് എമിറ്റിംഗ് എന്നുള്ളതാണ്. ഇവർക്കെല്ലാം കളേർഡ് കോമ്പൗണ്ട് ആണ്. ഫ്ലൂറിൻ, ക്ലോറിൻ ഒക്കെ വരുന്ന സമയത്തൊക്കെ കളേർഡ് ആണ്. ഗ്രീൻ, യെല്ലോ കേട്ടോ. ഓർത്ത് നോക്കുക. റെഡ് അങ്ങനെയുള്ള കളേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് ഹാലജൻ കേട്ടോ. എന്റെ മോന്റെ പേര് എന്താണെന്ന് അറിയോ? ഹാലോസ് എന്നാണ് ആക്ച്വലി. ഹാലോസ് കേട്ടോ. ഓർത്ത് നോക്കാം. കളർ എന്നല്ല, ഈ ഹോളി റിംഗ് എന്നാണ് ഹാലോസ് എന്നുള്ളതിന്റെ മീനിങ് വരുന്നത്. ഈ സൈന്റിന്റെ ഒക്കെ ബാക്കിൽ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു ലൈറ്റ് വരുന്ന കേട്ടോ. ഓർത്ത് നോക്കാം. ആ വേർഡിൽ നിന്ന് തന്നെയാണ് ഇതും വരുന്നത്. ലൈറ്റ് എമിറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാലജൻ എന്നുള്ള രീതിയിൽ. എന്തോ ഏതാ? അവൻ വിചാരിച്ച ലൈറ്റ് ഒക്കെ ഇടാൻ പറ്റും ആക്ച്വലി. അയാൾ ലൈറ്റ് ഇടുമെന്നല്ല ചോദിച്ചത് അല്ലേ? ഓർത്തൊക്കെ സ്വിച്ച് ഇട്ടാ ലൈറ്റ് എമിറ്റ് ചെയ്യും. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് എമിറ്റ് ചെയ്യും. അതല്ല ഉദ്ദേശിച്ചത്. കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പൊ ഇതാണ് ആക്ച്വലി മീനിങ്. ഓർക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ഓക്സിജൻ, സൾഫർ, സെലീനിയം, ചാൽക്കജൻ എന്നാണ് വരുന്നത്. അപ്പോ ഇതിനെല്ലാത്തിനും പേരുകള് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ഫാമിലി എന്നാണ് പറയാ വരിക കേട്ടോ. ഓർത്ത് വെക്കാം. ദെൻ വാട്ട് യു മീൻ നോബിൾ ഗ്യാസ്? നോബിൾ ഗ്യാസ് എന്ന് വിളിക്കാനുള്ള നെയിം എന്തായിരുന്നു? അല്ലെ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെ? ഒക്ടറ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽ ഔട്ടർ മോസ്റ്റ് സെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസ് ആരുമായിട്ട് റിയാക്ട് ചെയ്യില്ല നോർമലി. അപ്പോ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ ഇവരൊന്നും ആരുമായിട്ട് റിയാക്ട് ചെയ്യില്ല എന്നാണ് വരുന്നത്. പിന്നീട് സെനൺ എന്ന് പറയുന്ന കോമ്പൗണ്ട്, നീൽ ബാർട്ടൻ NEIL നീൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, ആ സയന്റിസ്റ്റ് നോർമലി എന്ത് കണ്ടെത്തി? ഇത് റിയാക്റ്റീവ് ആകും എന്ന് പറഞ്ഞിട്ട് കണ്ടെത്തി. അങ്ങനെയാണ് പുള്ളിക്ക് നോബൽ പ്രൈസ് ഒക്കെ കിട്ടി. ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയേക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പോ പിന്നീട് കണ്ടെത്തിയപ്പോൾ ഈ സെനണും ക്രിപ്റ്റണും ഒക്കെ റിയാക്ട് ചെയ്യും. ഇപ്പോഴും നിയോണും ഹീലിയവും ആർഗണും ആരെയായിട്ട് റിയാക്ട് ചെയ്യില്ല. ഓർത്ത് വെക്കാം. ദെൻ എഴുതി വെച്ചു ക്രിപ്റ്റൺ ചെയ്യും കേട്ടോ. പിന്നീട് കണ്ടെത്തി കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പോ നോബിൾ ഗ്യാസ് നോർമലി എന്താണ്? ആരുമായിട്ട് റിയാക്ട് ചെയ്യില്ല എന്ന് തന്നെയായിരുന്നു വർഷങ്ങളായിട്ട് വരുന്നത്. പിന്നീട് ആ സയൻസ് എപ്പോഴും അങ്ങനെയല്ലേ? ബ്രേക്ക് ചെയ്ത് പുതിയ അല്ലെ
പൊസിഷൻ എത്തിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റക്കായി പോകും അല്ലെ. ഓർത്ത് നോക്കാം, സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ അതാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എഴുതി വെക്കാം. നെക്സ്റ്റ് നോബിൾ ഗ്യാസ് ഹൈഫൺ കേട്ടോ, നോബിൾ ഗ്യാസ് ഹൈഫൺ 18th നോബിൾ ഗ്യാസ് ഹൈഫൺ എന്നിട്ട് എഴുതി വെക്കുക 18th ഗ്രൂപ്പ് എലമെന്റ് ഇൻ എ പീരിയോഡിക് ടേബിൾ. 18th ഗ്രൂപ്പ് എലമെന്റ് ഇൻ എ പീരിയോഡിക് ടേബിൾ. 18th ഗ്രൂപ്പ് എലമെന്റ് ഇൻ എ പീരിയോഡിക് ടേബിൾ. സ്റ്റോപ്പ്. അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കൂടി എഴുതി വെക്കുക. They are completely filled ചോദിച്ചോ. ഒന്നുകൂടി ലൗഡ് വോയിസിൽ വരും. ആ മൈക്ക് എടുത്ത് വെച്ചിട്ട് ചോദിച്ചു മോനെ. ഒരു മിനിറ്റ് കേട്ടോ, ഈ ഫാൻ ഒന്ന് ഓഫ് ചെയ്യും. ഒരു മിനിറ്റ്. ഫസ്റ്റ് ഫാൻ അതല്ല, നേരെ തിരിച്ച് മറ്റേ അതുമാണ്. അതിന് ചോദിച്ചോ. റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ കേട്ടോ. നോബിൾ ഗ്യാസ് ഹൈഫൺ എഴുതി വെക്കുക. നോബിൾ ഗ്യാസ് ഹൈഫൺ 18th ഗ്രൂപ്പ് എലമെന്റ് ഇൻ എ പീരിയോഡിക് ടേബിൾ. നോബിൾ ഗ്യാസ് ഹൈഫൺ എന്നിട്ട് 18th ഗ്രൂപ്പ് എലമെന്റ് ഇൻ എ പീരിയോഡിക് ടേബിൾ. അത് എഴുതിയോ? 18th ഗ്രൂപ്പ് എലമെന്റ് ഇൻ എ പീരിയോഡിക് ടേബിൾ. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കുക. They are completely filled electron in a outermost cell. They are completely filled electrons in outermost cell. then ഒരു പോയിന്റ് കൂടി എഴുതി വെക്കാം. കംപ്ലീറ്റ്ലി ഫിൽഡ് കേട്ടോ, എഴുതിയോ? ഒരു പോയിന്റ്. The noble gas exhibit very low chemical reactivity. Noble gas exhibit very low chemical reactivity. Very low chemical reactivity. കാരണം ഇവരാരും റിയാക്ട് ചെയ്യുന്നില്ല. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനൺ അവര് ലിമിറ്റഡ് ആയിട്ട് 2 എലമെന്റ്സുകളായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്സിജൻ അല്ലെ, ഓക്സിജൻ അതുപോലെ ഫ്ലൂറിനായിട്ട് 2 പേർക്കും കേട്ടോ. നെയിൽ ബാർലറ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കണ്ടെത്തിയത്. അപ്പൊ ഭയങ്കര രസമായിട്ടുള്ള സ്റ്റോറിയാണ്. നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഡിലീറ്റഡ് ആയി പോയി, 12th ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ അതിൽ വരുന്ന ഈ സയന്റിസ്റ്റ്, ഈ നെയിൽ ബാർലറ്റ് എന്ന് പറയുന്നത് കുറെ വർഷങ്ങൾ, ഒരു 7 വർഷത്തോളം പുള്ളി രാവിലെ ലാബിൽ വന്നു കഴിഞ്ഞാൽ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇവിടുന്ന് ഓക്സിജൻ എടുക്കും. എന്നിട്ട് ഈ ഗ്രൂപ്പിലുള്ള ഈ സെലീനിയം ഇവരൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ട് പുതിയൊരു എലമെന്റ്, പുതിയൊരു കോമ്പൗണ്ട് കണ്ടെത്തി കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളൊരു സയന്റിസ്റ്റ് ആണെങ്കിൽ അതിൽ നിന്നൊരു പുതിയൊരു ഇന്നോവേഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ അതാണ് ലൈഫ് ആകെ. വേറെ ഒന്നുമില്ല, വേറെ എൻജോയ്മെന്റ് ഒന്നുമില്ല. ഇത് കണ്ടെത്താൻ വേണ്ടി ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പണ്ടത്തെ നിങ്ങൾ നോക്കി അറിയാം, എഡിസൺ ഒക്കെ കേട്ടിട്ടുണ്ടോ? 10,000 ടൈമേ ഫെയിലിയർ ആയി. നമ്മളൊന്നും ആലോചിച്ച് നോക്കിയേ, ചെയ്തിട്ട് ഇത് ശരിയാവണല്ല അല്ലെ. 10 പ്രാവശ്യം ചെയ്തിട്ട് ശരിയായില്ല, പിന്നെ അത് എടുത്ത് പൊട്ടിച്ചോളെ കേട്ടോ. ഇപ്പൊ കൊച്ചിന്റെ ടോയ് ഒക്കെ നന്നാക്കാനായിട്ടേ വന്നിട്ട് ഞാനിത് നോക്കും, ഇത് നോക്കും, അവസാനം എറിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് അത് വേറെ ഒന്നുമില്ല. ഒരു ചെറിയൊരു സാധനം ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സംഭവം ശരിയാവുമെന്ന് നമുക്ക് അറിയാം. പക്ഷെ ഇത് കണക്ട് ആവണില്ല എന്നാ സമയത്ത്. അപ്പോ ഈ ഇലക്ട്രോണിക് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എനിക്കത് ഇഷ്ടമാണ്. പക്ഷെ പറഞ്ഞോണ്ട് നമുക്ക് പേഷ്യൻസ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? അതുപോലെ ഏകദേശം 6 ഇയർ ആ എക്സ്പെരിമെന്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്യില്ല. കാരണം എന്താണെന്നറിയോ? ഇതാരും റിയാക്ട് ചെയ്യില്ല എന്ന് പറയാണ്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയാണ് നിയോൺ ഇന്നേ വരെ റിയാക്ട് ചെയ്യില്ല. അപ്പൊ ഇയാൾ നിയോൺ എടുത്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അല്ലെ, ഒരു മരപ്പെട്ട പ്രൊഫസർ പറഞ്ഞു തനിക്ക് അറിഞ്ഞൂടെ ഇത്ര നാൾ പഠിച്ചിട്ട് ഈ നിയോൺ റിയാക്ട് ചെയ്യൂല, അങ്ങനെ പറഞ്ഞിട്ട് റിജക്ട് ചെയ്യും. പുള്ളി ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ സിനൺ എടുത്തിട്ട് ഓക്സിജനായിട്ട് ഫ്ലൂറിനായിട്ട് റിയാക്ട് ചെയ്ത് നോക്കി. ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട്. ബാക്കി ഒരു എന്താണ് ഇന്നേവരെ കിട്ടണമല്ലോ, ഒരു 5-6 വർഷമില്ല.
അപ്പൊ വെറുതെ ഇട്ട് നോക്കിയപ്പോൾ അത് റിയാക്ട് ചെയ്ത് ഒരു റെഡ് കളർ കോമ്പൗണ്ട് കിട്ടി. XCPTF4 എന്നാണ് അതിന്റെ പേര്. XCPTF4. ആ കോമ്പൗണ്ട് റിയാക്ട് ചെയ്യുന്ന കണ്ടെത്തി. ആ ഒരൊറ്റ എക്സ്പെരിമെന്റ് എന്ന് മനസ്സിലായി. അപ്പൊ 5-6 വർഷം ചെയ്തേക്കണ ഈ കഥകളൊക്കെ ഇന്നൊക്കെ ഒന്നും കിട്ടിയില്ല. ആ ഒരു മൊമെന്റില് പുള്ളി അത് കണ്ടെത്തി. അതിൽ നിന്ന് പുള്ളിക്ക് നോബൽ പ്രൈസ് ഒക്കെ കിട്ടി. കാരണം ഇത് ആ ബ്രേക്ക് ചെയ്ത് ഇത്രയും വന്നേക്കുന്നത്. ഇനി നിങ്ങൾ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി, ഹീലിയം റിയാക്ട് ചെയ്യും എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഭയങ്കരതാണ് അല്ലെ? ഓർത്ത് നോക്കാം. വലിയതാണ്, അത് കിട്ടും, വലിയ ഗ്രാൻഡ് ആയിട്ട് കിട്ടും. കാരണം അത് ബ്രേക്ക് ചെയ്തു അല്ലെ? നമുക്ക് അങ്ങനെ ആ വരുന്ന ബ്രേക്കിംഗ് ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഓർത്ത് വെക്കാം. ഇതിന്റെ ഒരു ഇത് പറഞ്ഞു മാത്രമേ ഉള്ളൂ, നോബിൾ ഗ്യാസ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഈ ഗ്രൂപ്പ് ആണ് നമുക്ക് എഴുതുന്നത്, ഹാലജൻ കേട്ടോ. നെക്സ്റ്റ് ലൈനില് ഹാലജൻ ഹൈഫൺ 17th ഗ്രൂപ്പ് എലമെന്റ്. ഹാലജൻ ഹൈഫൺ ഒന്ന് എഴുതി വെച്ചു. ഹാലജൻ HALOGEN ഹാലജൻ. അതിൽ വേറെ എക്സ്ട്രാ പോയിന്റ് ഒന്നുമില്ല. ഹൈഫൺ 17th ഗ്രൂപ്പ് എലമെന്റ് ഈസ് നോൺ ആസ് ഹാലജൻ. 17th ഗ്രൂപ്പ് എലമെന്റ് അത്ര എഴുതിയാൽ മതി. ദെൻ എക്സാമ്പിൾ എഴുതി നോക്ക്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. 80 എഴുതിട്ട് റേഡിയോ ആക്റ്റീവ് ആണ്. അതുകൊണ്ട് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. F കേട്ടോ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. നെക്സ്റ്റ് ഒരു അടുത്തത് ചാൽക്കജൻ. CHALCOGENS. CHALCOGENS ചാൽക്കജൻസ്. ഹൈഫൺ ഏതായിരിക്കും? ഗ്രൂപ്പ് 16 എലമെന്റ്. ഗ്രൂപ്പ് 16 എലമെന്റ്. എക്സാമ്പിൾ ഏതൊക്കെയാ? ഓക്സിജൻ, സൾഫർ, സെലീനിയം. ഓക്സിജൻ, സൾഫർ, സെലീനിയം കേട്ടോ. OSSC. അത്ര എക്സാമ്പിൾസ് ഒന്ന് എഴുതി വെക്കാം. ചാൽക്കജൻ കേട്ടോ. ചാൽക്കജൻ CHALCOGENS കേട്ടോ. ചാൽക്കജൻസ്. ഗ്രൂപ്പ് ഏതായിരുന്നു? 16 എലമെന്റ്. ഗ്രൂപ്പ് 16 എലമെന്റ്. ഗ്രൂപ്പ് 16 എലമെന്റ്. ഗ്രൂപ്പ് 16 എലമെന്റ്. എക്സാമ്പിൾ ആയിട്ട് ഓക്സിജൻ, സൾഫർ, സെലീനിയം. ഓക്സിജൻ, സൾഫർ, സെലീനിയം. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി എഴുതി വെക്കാം. ലാസ്റ്റ് പോയിന്റ്, the non-metallic character increases as we move from left to right. As we move from left to right. Left to right കണ്ടോ? ഇവിടെ നോക്കിയേ, അലൂമിനിയം മെറ്റൽ ആണ്. ലെഫ്റ്റ് ടു റൈറ്റ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് കണ്ടോ? അലൂമിനിയം മെറ്റൽ, സിലിക്കൺ മെറ്റലോയിഡ്. മെറ്റലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ബിറ്റ്വീൻ അല്ലെ? മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ. ദെൻ ഫോസ്ഫറസ് നോൺ മെറ്റൽ, സൾഫർ നോൺ മെറ്റൽ, ക്ലോറിൻ നോൺ മെറ്റൽ കണ്ടോ? ഓർത്ത് നോക്കുക. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. അതാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ദെൻ കണ്ടിന്യൂഷൻ ആണ്. അക്രോസ് എ പീരീഡ്. Left to right across a period. And metallic character increases. And metallic character increases as we go down the group. 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 Down the group metallic character increase ചെയ്യും. ഇവിടെ നോക്കിയറിയാം. ഇത് എന്താ? ഓക്സിജൻ നോൺ മെറ്റൽ, സൾഫർ നോൺ മെറ്റൽ, സെലീനിയം മെറ്റൽ, ടെലൂറിയം മെറ്റൽ, പൊളോണിയം മെറ്റൽ കേട്ടോ. ഓർത്ത് വെക്കാം. അതാണ് പ്രശ്നം കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പോ സെലീനിയത്തിന് പക്ഷേ ഒരു എന്താണ്, ഈ മെറ്റലോയിഡ്സിന്റെ പോലെയുള്ള ക്യാരക്ടർ തന്നെയാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് വെക്കാം. നിങ്ങൾക്ക് അറിയാലോ, ഈ ജർമേനിയം, സിലിക്കൺ അതുപോലെയുള്ളതൊക്കെ എന്തിലും ഉപയോഗിക്കാറ്? നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഡോപ്പിംഗ് ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള. സെമി കണ്ടക്ടർ ഇല്ല, എടുത്തിട്ടില്ല അല്ലെ? സെമി കണ്ടക്ടർ. അപ്പൊ അവിടെ വരുന്ന സമയത്ത് നമുക്ക് അറിയാലോ, ഡോപ്പിംഗ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഉണ്ടായിരുന്നു കെമിസ്ട്രിയിൽ. നമുക്ക് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതും ഡിലീറ്റഡ് ആയി കേട്ടോ. ഓർത്ത് നോക്കാം.
നിങ്ങൾക്ക് കുറെ ചാപ്റ്റേഴ്സ് പോയിട്ടുണ്ട്. ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് പോയിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? 11th 14 ചാപ്റ്റർ, 12th 16 ചാപ്റ്റർ, ഇങ്ങനെയായിരുന്നു പൊസിഷൻ. ടോട്ടൽ ചാപ്റ്റർ എത്രയായി? 30. 40 + 16 30. അതിൽ നിന്ന് നിങ്ങൾക്ക് 11th ഇപ്പോ പഠിക്കാനുള്ളത് എത്ര ചാപ്റ്റർ? 9. 12th എത്ര ചാപ്റ്റർ ഉണ്ട്? 10. കേട്ടോ. 11th ഏതൊക്കെയാണ് 9 ചാപ്റ്റേഴ്സ്? ആദ്യത്തെ ക്ലാസ്സുകളിൽ അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഏതായിരുന്നു? ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ്, സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം, തേർഡ് ചാപ്റ്റർ അല്ല ഇപ്പൊ എടുക്കുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ പീരിയോഡിക് ടേബിൾ, ആൻഡ് ഫോർത്ത് ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്, then fifth chapter thermodynamics, sixth chapter equilibrium. ഓർത്ത് നോക്കുക, ഇക്വിലിബ്രിയം. അങ്ങനെയാണ് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് വരുന്നത്, ഈ ബുക്ക് അല്ലെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക്. ഇപ്പൊ ടോട്ടൽ എത്രേ? 6. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കില് ഫസ്റ്റ് വരുന്നത് റിഡോക്സ്. ഏതായിരുന്നു? റിഡോക്സ്. അപ്പൊ എത്രയായി? 7. then നെക്സ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി, then ഹൈഡ്രോകാർബൺ. അപ്പൊ ടോട്ടൽ എത്രയായി? 9 ആണോ. അപ്പൊ നിങ്ങൾക്ക് 11th ക്യാൻസൽ ആയത് ടോട്ടൽ 5 ചാപ്റ്റർ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത ചാപ്റ്ററിന്റെ പേര് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് മെയിൻ ആയിട്ട് പോയത്. അവിടെ ഓർത്ത് വെക്കാം. അപ്പോ അത് വന്നു. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് 12th നിന്ന് ഇതുപോലെ തന്നെ ക്യാൻസൽ ചെയ്തേക്കുന്നതാണ് 6. അപ്പോ ടോട്ടൽ എത്ര ചാപ്റ്റർ ഡിലീറ്റഡ് ആയി? 11th എത്ര ചാപ്റ്റർ പോയിട്ടുണ്ട്? എത്ര? 5 ചാപ്റ്റർ. 5. 12th 6. അപ്പൊ എത്ര? 11 ചാപ്റ്റർ ഡിലീറ്റഡ് ആയി പോയി. ഓർത്ത് നോക്കാം. പക്ഷെ എൻട്രൻസിന് എല്ലാനും അല്ല, ഇതിൽ കുറെ പോർഷൻസ് ഉണ്ട്. എൻട്രൻസിന്റെ ഇതിൽ ചെറിയ പോർഷൻസ് എക്സ്ട്രാ ആണ് വരുന്ന, അറിയാലോ. ഓർത്ത് നോക്കാം. അപ്പോ അങ്ങനെ പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് വന്നേക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. നമുക്കൊരു ഓണമൊക്കെ കഴിയുമ്പോൾ ഒരു ഓറിയന്റേഷൻ ക്ലാസ് നിങ്ങൾക്ക് വെച്ച് തരാം കേട്ടോ. ഓർത്ത് നോക്കാം. എൻട്രൻസ് എങ്ങനെ പഠിക്കണം, അത് വേറെ സ്ഥലത്ത് ജോയിൻ ചെയ്തേക്കുന്ന ആൾക്കാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഞാൻ എടുത്തു പറയുന്ന കാര്യം, ഈ CBSE പഠിക്കുന്നതിനേക്കാൾ എളുപ്പമുള്ള പരിപാടിയാണ് എൻട്രൻസ്. ട്രിക്സ് ആൻഡ് ടിപ്സ് വെച്ച് കറക്റ്റ് ഓർഡറിൽ പഠിക്കുക, അൺനെസസറി ആയിട്ട് പഠിക്കാതിരിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ ഫോക്കസ്ഡ് ആയിട്ട് വരും. അതേസമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് അവർ ഫോക്കസ് ചെയ്യുന്ന ഫുൾ കണ്ടന്റ് ഡെലിവറി വിത്ത് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളാണ്. ആ രീതിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ ഒപ്പം തന്നെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അതിന് കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കുറച്ച് പഠിക്കുന്നത് വളരെ ഷാർപ്പായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ അതിന്റെ മെത്തേഡ് കിട്ടണം. ഏതൊരു എക്സാമും എന്ത് കാര്യവും അതിന്റെ മെത്തേഡിലേക്ക് കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കാം. നമുക്കൊരു ഓണമൊക്കെ കഴിയട്ടെ കേട്ടോ. നമുക്കൊരു ഓറിയന്റേഷൻ ക്ലാസ് ആയിട്ട് ഇതല്ലാത്ത ടൈമുകളിൽ ഒരു 3 hours സെക്ഷൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റേഴ്സും ഇതിന്റെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണും എല്ലാത്തിനെയും കേട്ടോ, ഫിസിക്സ് കെമിസ്ട്രി ഇതിന്റെയൊക്കെ വരുന്ന പാറ്റേൺസ് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പാരലായിട്ട് അത് പോവാം കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഇവിടെ ബുക്സ് ഉണ്ടാവും, ലൈബ്രറി പോലെ എടുക്കാം. നമ്മളുടെ തന്നെ ബുക്സ് ആയിട്ട് കണ്ടിട്ടില്ലേ? ഇതുപോലെ അവിടെ ബുക്ക് ഉണ്ട് കയറി വരുന്ന സമയത്ത്. അത് എടുത്തിട്ട് നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് പഠിക്കുന്ന മെൻഷൻ ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ ഇവിടെ എൻട്രൻസ് ഇൻഡിവിജ്വൽ ആയിട്ട് ഗ്രൂപ്പ്സ് ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് നമ്മൾ ചെയ്യുന്ന, ഇതിപ്പോ ബ്രില്യന്റിന്റെ ബുക്ക് ആണെങ്കിൽ ബ്രില്യന്റിന് അവർക്ക് 18 years എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് കേട്ടോ. ഈ പബ്ലിക്കേഷന് വേണ്ടിയിട്ടല്ല കേട്ടോ, ഇത് കുറച്ച് പ്രസന്റേഷൻ നല്ലതാണ്. ആയിരിക്കും എന്തൊക്കെയാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. ഇതെടുത്തിട്ട് ഞാനിപ്പോ പറഞ്ഞെന്നുള്ളൂ, ആരെങ്കിലും ഒക്കെ പാരലായിട്ട് എടുത്തിട്ട് ഇതെടുത്തിട്ടേ നിങ്ങൾ ഇപ്പൊ ഈ ഒരു ടോപ്പിക് പറഞ്ഞു. ഇപ്പൊ എന്താ പഠിച്ചേ? പീരിയോഡിക് ടേബിൾ. അതിൽ ഏതാ പഠിച്ചേ? എസ് ബ്ലോക്ക്. ആ എസ് ബ്ലോക്കിൽ നിന്ന് നിങ്ങൾക്ക് പാസ്റ്റ് 36 year എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് പഠിക്കും. അതുള്ളൂ. അതിന്റെ മുകളിലേക്ക് അധികം ഒന്നും വരില്ല. 80% ക്വസ്റ്റ്യൻ വിധി തന്നെ നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. അത് കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് പോയത് കൊണ്ടാണ് ഇപ്പോ പെർസെന്റേജ് ഭയങ്കരമായിട്ട് കയറണേ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് വേണ്ടേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന് വരുന്നത്. കാരണം പോർഷൻസ് റെഡ്യൂസ് ചെയ്തു. പണ്ടത്തെ പോർഷനേക്കാളൊക്കെ ഇവരും പോർഷൻസ് കുറച്ചിട്ടുണ്ട്. ഇവരും പണ്ടത്തെ ഇതിനേക്കാളൊക്കെ ഡിലീറ്റ് ചെയ്തു. പണ്ട് ഈ 30+ എക്സ്ട്രാ വരും. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് ചില ടോപ്പിക്സ് മാത്രമേ ഇതിനുള്ളൂ. അപ്പൊ അത് നോക്കിയിട്ട് കറക്റ്റ് ഷാർപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ കിട്ടാവുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഹെഡിങ് എഴുതി കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് D block element. D block element. D block element. D block element.
ഫസ്റ്റ് പോയിന്റ്, ദീസ് ആർ ദ എലമെന്റ് ഓഫ്, ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ വേർഡ് തന്നെയാണ്, ദീസ് ആർ ദ എലമെന്റ് ഓഫ്, ദീസ് ആർ ദ എലമെന്റ് ഓഫ് ഗ്രൂപ്പ് 3 to 12. ഗ്രൂപ്പ് 3 to 12 ആ ഗ്രൂപ്പ് പെട്ടെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ, കാരണം ബാക്കി എസ് ഉം പി ഒക്കെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് കണ്ടിട്ടുണ്ടാവില്ല. ഗ്രൂപ്പ് 3 to 12, ഗ്രൂപ്പ് 3 to 12 ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ഗ്രൂപ്പ് 3 ഇത് 3 ആണ്, ഇത് 3 ആണ്, 12 ഇത് D1 D2 D3 D4 അങ്ങനെ വന്ന് D10 കണ്ടോ, ഓർത്ത് നോക്കുക. അതുകൊണ്ടാണ് ഗ്രൂപ്പ് 3 to 12. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കുക. നെക്സ്റ്റ് പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കേട്ടോ. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഡി ബ്ലോക്ക് എലമെന്റ് കേട്ടോ, ഓർത്ത് നോക്കുക. ഓൺലൈനിലെ ആള് പെട്ടെന്ന് പോയ ആള് ഒന്ന് കണക്ഷൻ എററാന്ന് വിചാരിക്കുക, അതുകൊണ്ട് എഴുതിയത് ഡി ബ്ലോക്ക് എലമെന്റ് ഹെഡിങ് എഴുതി. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോയിന്റ് എഴുതി ഗ്രൂപ്പ് 3 to 12 എലമെന്റ് കേട്ടോ, ഓർത്ത് നോക്കുക. ഗ്രൂപ്പ് 3 to 12 എലമെന്റ്. സെക്കൻഡ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, NS0 to 2 N-1 D 1 to 10 കേട്ടോ. ഇതാണ് എഴുതി നോക്കാം. NS0 to 2 N-1 D 1 to 10. സ്കാൻഡിയം ഫസ്റ്റ് എടുക്കാം. സ്കാൻഡിയം 21 ആണ്. സ്കാൻഡിയം 21. പൊസിഷൻ നോക്കി പറ. N മീൻസ് 4. 4s2 കണ്ടോ, ഇവിടുത്തെ 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 4s2. ദെൻ D എത്രയാണ്? N-1. N എത്രയായിരുന്നു? 4. 4 - 1 3. 3D. ദെൻ ഫസ്റ്റ് ആണ് അല്ലെ, ഫസ്റ്റ് 1. 3D1 ഫസ്റ്റ് ആയതുകൊണ്ട് 3D1. സെക്കൻഡ് ആകുമ്പോൾ എന്ത് വരും? 3D2. അപ്പൊ സ്കാൻഡിയം കഴിഞ്ഞാൽ എന്തായിരിക്കും? ടൈറ്റാനിയം. ടൈറ്റാനിയം മീൻസ് 4s2 3D2. ഇതിൽ എക്സെപ്ഷൻ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തില് ലാസ്റ്റ് പോയിന്റിൽ 2 എക്സെപ്ഷൻ എഴുതി, ഓർമ്മയുണ്ടോ? അതായിരുന്നു ലാസ്റ്റ് പോയിന്റ്. കോപ്പർ ആൻഡ് ക്രോമിയം, അത് എക്സെപ്ഷൻ ആണ്. അതുകൊണ്ടാണ് ഈ കോൺഫിഗറേഷൻ ഇങ്ങനെ വരുന്നത്. ക്രോമിയം 24 ആണ്. അപ്പൊ ജനറലി വരേണ്ടത് 4s2 S 2 ഉണ്ട്. 4s2 3D4 ആണ്. കണ്ടോ, ഓർത്ത് നോക്കുക. അതുകൊണ്ട് 21 ആവുമ്പോൾ D1, 22 ആ D2. കണ്ടോ, ഓർത്ത് നോക്കുക. ഇത് 22 ആണ്, D2. ഇതാണ് വരേണ്ടത്. പക്ഷെ എസിൽ നിന്ന് പറഞ്ഞ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. വാട്ട് ഇസ് ദ റീസൺ? സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. കംപ്ലീറ്റ്ലി 5 ആയാൽ ഡിക്ക് എത്ര ബോക്സ് ഉണ്ട്? 5 ബോക്സസ് ഉണ്ട്. അത് കംപ്ലീറ്റ്ലി അൺപെയർഡ് ആവും. അപ്പൊ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വരും. ഇത് എക്സെപ്ഷൻ ആണ്. അപ്പൊ 4s1 3D5 ആവും. അപ്പൊ ക്രോമിയം ഇത് അല്ല, ഇതാണ്. ഓർത്ത് നോക്കുക. ക്രോമിയത്തിന് മാത്രം എക്സെപ്ഷൻ. അതുപോലെ കോപ്പറിനും എക്സെപ്ഷൻ ആണ്. കോപ്പർ എത്രയാ? 29 ആണ്. 29. അപ്പൊ ശരിക്കും പറയേണ്ടത് 4s2 3D9 ആണ് ആക്ച്വലി. പക്ഷെ ഇവിടെ നിന്ന് 1 ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ 4s1 3D10. ഇത് രണ്ടെണ്ണമാണ് എക്സെപ്ഷൻ ആയിട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിരിക്കേണ്ടത്. ബാക്കിയുള്ളതെല്ലാം ഈ ഓർഡർ തന്നെയാണ്. ഇതൊന്ന് എഴുതി വെച്ചേക്കൂടാ. സ്കാൻഡിയം, പിന്നെ ക്രോമിയം, കോപ്പർ, ഇത്രയും ഒന്ന് എഴുതി വെക്കുക കേട്ടോ. സ്കാൻഡിയം 4s2 3D1, ടൈറ്റാനിയം 22 4s2 3D2, then chromium 24 4s1 3D5, copper 4s1 3D10. എടുത്തേക്ക് കേട്ടോ.
The next point എഴുതി. Next point. They are all metal. They are all metal. അത്രേ ഉള്ളൂ. They are all metal. എല്ലാം മെറ്റൽ ആണ്. T എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് അടുത്ത ലൈനില് they mostly form colored ion. They mostly form colored ion. They mostly form colored ion, comma, exhibit. They mostly form colored ion, comma, exhibit variable oxidation state. Exhibit variable oxidation state. Exhibit variable oxidation state. Variable oxidation state. Exhibit variable oxidation state. Then ഒരു പോയിന്റ് കൂടി എഴുതി വെക്കാം. ലാസ്റ്റ് another name of d block element is known as transition element. Another name of d block element is known as transition element. Another name of d block element is known as transition element. എന്തുകൊണ്ടായിരിക്കും ട്രാൻസിഷൻ എന്ന് പറയാൻ റീസൺ എസിന്റെയും പിയുടെയും ഇൻ ബിറ്റ്വീൻ ആണ് അല്ലെ, ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ ആ രീതിയിലാണ് കേട്ടോ ട്രാൻസിഷൻ. The next heading, the F block element. Next heading, the F block element. F block element. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്. ബ്രാക്കറ്റിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്. ഏതാ? അത് പറഞ്ഞുതരാം കേട്ടോ, എഴുതി വെക്കുക. പറയാം. The F block element. The F block element within bracket inner transition element. Inner transition element. Inner transition element. F block element bracket താഴെ inner transition element. അപ്പൊ ഈ പീരിയോഡിക് ടേബിളില് താഴെ അതിന്റെ താഴെയായിട്ട് നമ്മുടെ പീരിയോഡിക് ടേബിൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ താഴെയായിട്ടാണ് എഫ് ബ്ലോക്കിനെ പ്ലേസ് ചെയ്തേക്കുന്നത്. വേറെ ഗ്രൂപ്പായിട്ടാണ്, വേറെ ഗ്രൂപ്പായിട്ട് ഇതുപോലെ ഇങ്ങനെ എത്ര എണ്ണം ഉണ്ടാവും ഗ്രൂപ്പ് ഇതുപോലെ? എസിന് 2 ആണ്, പിക്ക് 6 ആണ്, ഡിക്ക് 10 ആണ്, എഫിന് എത്രയായിരിക്കും? എന്തുകൊണ്ടാ 18 അല്ല 14 ആണ്. വാട്ട് ഇസ് റീസൺ? എസിൽ മാക്സിമം ഇലക്ട്രോൺ എത്ര ഫിൽ ആവും? 2. പിയിൽ എത്രയായിരുന്നു മാക്സിമം? 6. 3 ബോക്സ് ഇങ്ങനെ വരച്ചിട്ടില്ലേ, മറന്നുപോയോ? പി ബ്ലോക്ക് ഓർത്ത് നോക്കാം. ഡിക്ക് എത്രയായിരുന്നു? 10. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ് എങ്ങനെയായിരുന്നു? ഒരു ബോക്സ് ആണ് അല്ലെ. അപ്പോ 1 ബോക്സിൽ എത്രയായിരുന്നു മാക്സിമം? 2. പി എത്രയായിരുന്നു? 3. ഡിക്ക് എത്ര ബോക്സ് ഉണ്ടാവും? 5. ഓ ആ ഐഡിയ കിട്ടുമല്ലോ. 1 പിന്നെന്തായിരുന്നു? 3, 5, 7. ഐഡിയ മനസ്സിലായല്ലോ, ഓർത്ത് നോക്കാം. 7 ഡബിൾ. അപ്പോ എഫ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര വരും? 14. അപ്പൊ ഇതുപോലെ വേർട്ടിക്കൽ കോളം എത്ര എണ്ണം ഉണ്ടാവും? 14. ഇതിൽ ഫസ്റ്റ് ഈ ഫസ്റ്റിനെ വിളിക്കുന്ന 4F സീരീസ് എന്നാണ്. ഇത് 5F സീരീസ്. ഈ 4F സീരീസിന് ലാന്തനോയിഡ്സ്, 5F സീരീസിന് ആക്ടിനോയിഡ്സ്. അങ്ങനെയാണ് നമ്മൾ വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ താഴെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, the two row of element the two row of the element at the bottom of the periodic table called the lanthanoids. LANTHANOIDS. ലാന്തനോയിഡ്സ്. ഇതാണ് ലാന്തനോയിഡ്സ് കേട്ടോ. ഈ റോ ആണ് ലാന്തനോയിഡ്സ്. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക 4F സീരീസ്. ബ്രാക്കറ്റിൽ 4F സീരീസ് ലാന്തനോയിഡ്സ് വിത്തിൻ ബ്രാക്കറ്റ് 4F സീരീസ്. ഈ 4F ആണ് ആക്ച്വലി ഇതിൽ വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. ആൻഡ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, 4F സീരീസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ആൻഡ് ആക്ടിനോയിഡ് ACTINOID
OIDS, actinoids. Within bracket എഴുതി നോക്കുക 5F series. 5F series. 5F series. then അതിന്റെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കുക they are all metal. ഫസ്റ്റ് പോയിന്റ് they are all metal. they are all metals. നെക്സ്റ്റ് ലൈനിൽ നെക്സ്റ്റ് പോയിന്റ് എഴുതി വെക്കുക the chemistry of the actinoid is more complicated. The chemistry of the actinoid is more complicated than the corresponding lanthanoids. The chemistry of the early actinoid is more complicated than the corresponding lanthanoids. The chemistry of the actinoid is more complicated than the corresponding lanthanoids due to the large number of oxidation state. Due to the large number of oxidation state, possible for these actinoid elements. ലാർജ് നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരും. അതുപോലെ ആക്ടിനോയിഡ്സ് റേഡിയോ ആക്റ്റീവ് ആണ്. ഇതുകൊണ്ട് ആക്ടിനോയിഡ്സിനെ സ്റ്റഡി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാനോഗ്രാം ക്വാണ്ടിറ്റി ഒക്കെയാണ് കേട്ടോ. 2 പോയിന്റ്സ് കൂടി ഉണ്ട്. നെക്സ്റ്റ് ലൈനിൽ എഴുതി വെക്കാം ആക്ടിനോയിഡ് എലമെന്റ് ആർ റേഡിയോ ആക്റ്റീവ്. നെക്സ്റ്റ് ലൈനിൽ ആക്ടിനോയിഡ് എലമെന്റ് ആർ റേഡിയോ ആക്റ്റീവ്. ബ്രാക്കറ്റിൽ എഴുതി വെക്കാം നാനോഗ്രാം ക്വാണ്ടിറ്റി. നാനോഗ്രാം എന്ന് പറയുമ്പോൾ അല്ലെ വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി ആണ് എർത്തിലുള്ളത്. നാനോഗ്രാം ക്വാണ്ടിറ്റി. Actinoid elements are radioactive. Within bracket nanogram quantity. Actinoid elements are radioactive. Within bracket nanogram quantity. Last point. The element after uranium. The element after uranium are called transuranium element. The element after uranium are called transuranium element. The element after uranium are called transuranium element. Transuranium element. ഓക്കെ, ഇത്രയും വരെ നിൽക്കട്ടെ. ഇന്ന് പഠിച്ചേക്കുന്ന കാര്യം ഒന്ന് റീചെക്ക് ചെയ്തേ. ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പോയുമ്പോ ഒരു ഐഡിയ വേണം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോമൻക്ലേച്ചറിൽ 1 എന്ന് പറഞ്ഞാൽ അൺ, 0 മീൻസ് നിൽ ആണ് ഓർത്ത് നോക്കുക. 2 മീൻസ് ബൈ, അത്രയെങ്കിലും ഓർത്ത് നോക്കാൻ പറ്റുമല്ലോ. അപ്പോ 101 1ന്റെ കളിയാണ് കൂടുതൽ. അപ്പൊ 1 വെച്ചാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അൺ, നിൽ അല്ലെ. 2 ആണെങ്കിൽ ബൈ, UM ആണ് ഓർത്ത് നോക്കുക. അങ്ങനെ ജോയിൻ ചെയ്യുന്ന പൊസിഷൻ, അതാണ് ആദ്യം പഠിച്ചത്. സെക്കൻഡ് നമ്മൾ ബ്ലോക്സ് ആണ് പഠിച്ചത്. ഏതൊക്കെ ബ്ലോക്സ്? S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക്. ഓർത്ത് നോക്കുക. S ബ്ലോക്ക് അതിലെ ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽ, സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. മെയിൻ പോയിന്റ്സ് ക്ലിയർ ചെയ്യാം കേട്ടോ. അവരെല്ലാം ജനറലി എന്താണ്? ഹൈലി റിയാക്റ്റീവ് മെറ്റൽ അല്ലെ. ഓരോ പോയിന്റ്സ് ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് P ബ്ലോക്ക്. P ബ്ലോക്കില് നമ്മൾ പറയുന്ന ഫസ്റ്റ് മെയിൻ കാര്യം എന്തായിരുന്നു? S block and P block together is known as representative element or main group element. First point. Second main point എടുത്തു കഴിഞ്ഞാൽ noble gas 18th group, halogen 17th group, chalcogen 16th group. അത്
നന്നായിട്ട് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഈ ഗ്രൂപ്പിന് മാത്രമാണ് മെറ്റലും നോൺ മെറ്റലും എല്ലാം ഉള്ളത്. ബാക്കി ഇന്ന് നോക്കിയേ, എസ് മുഴുവൻ മെറ്റലാണ്, ഡി മുഴുവൻ മെറ്റലാണ്, എഫ് മുഴുവനും മെറ്റലാണ്. ദെൻ പിയിൽ കുറച്ച് ഏരിയയിലാണ് നോൺ മെറ്റൽ. അപ്പോ വേൾഡില് നമ്പർ ഓഫ് അല്ലെ എലമെന്റ്സ് എടുത്താൽ മോസ്റ്റ് എന്താണ്? മെറ്റൽസ്. അവിടെ ഓർത്ത് നോക്കാം, അവിടെ നിൽക്കട്ടെ. ദെൻ നെക്സ്റ്റ് ഡി. ഡി എന്ന് പറയുമ്പോൾ മെറ്റൽസ് എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങിയത് ഫസ്റ്റ് പോയിന്റ് 3 to 12th ഗ്രൂപ്പ് ഉണ്ടോ? ഓർത്ത് നോക്കുക. അങ്ങനെ പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ച് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ക്ലിയർ ആണ്. അടുത്ത ക്ലാസ്സിൽ ഈ പീരിയോഡിക് ടേബിൾ വെച്ചിട്ട് ട്രെൻഡ്സ് ആണ് പഠിക്കുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് എന്ത് പറ്റും, ഡൗൺ ദ ഗ്രൂപ്പ് എന്ത് പറ്റും, അത് അയണൈസേഷൻ താല്പര്യം, ബോണ്ട് ഡിസോസിയേഷൻ താല്പര്യം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓർത്ത് നോക്കുക. ഇന്ന് നിൽക്കണം. നിങ്ങൾ ഈ ബുക്ക് കൊണ്ടുവന്നിട്ടില്ലേ? ഞാൻ പറഞ്ഞു ഇനിയുള്ള എല്ലാ ക്ലാസ്സുകളിലും ഞാൻ ഇത് ചെക്ക് ചെയ്യും ഇൻഡിവിജ്വലി കേട്ടോ. ഓർത്ത് നോക്കാം. എനിക്ക് ഇയാള് ഇവരൊക്കെ ഇൻഡിവിജ്വൽ ആണ് ആക്ച്വലി. അപ്പൊ നിങ്ങൾ ചെയ്തേക്കുന്നത് എനിക്ക് കാണണം. എത്ര പേര് കൊണ്ടുവന്നിട്ടുണ്ട്? കേട്ടോ ഓർത്ത് നോക്കാം. കേട്ടോ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്ന ആൾക്കാരൊന്നും നിൽക്കുക, ജസ്റ്റ് ഒരു മിനിറ്റ് നോക്കും കേട്ടോ. ഒരു മിനിറ്റ് നോക്കുള്ളൂ കേട്ടോ. വേറെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യില്ല. എത്ര ക്വസ്റ്റൻസ് നിങ്ങൾ അതിൽ ടിക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയാണ് ചാപ്റ്റർ വൈസ് ചെയ്തിട്ട് അസേഷൻ, റീസൺ, മൾട്ടിപ്പിൾ ചോയ്സ് എല്ലാം ആയിട്ടുള്ള വരുന്നതാണ്. ഹോണസ്റ്റ് ആയിട്ട് അത് ടിക്ക് ചെയ്തേക്കുന്നത് എനിക്കൊന്ന് കാണണം, അത്രേ ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ അതെനിക്ക് ഇതിന്റെയൊക്കെ ഒരു അപ്ഡേഷൻ തരണം കേട്ടോ. ഓർത്ത് നോക്കാം. എന്നാലാണ് നിങ്ങൾ പഠിക്കുള്ളൂ, അല്ലെങ്കിൽ മാർക്ക് ആവില്ല കേട്ടോ. ഓക്കെ, അതിന്റെ പി ആണ് കേട്ടോ.